എടാ GST നമ്മളൊരു സപ്ലൈ നടത്തി. ഓക്കെ, കൺസിഡറേഷൻ സംതിങ് ഇൻ റിട്ടേൺ. ഓ ലോ, കൊള്ളാം, ലോ പഠിച്ചിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പോ എന്താ പറഞ്ഞത്? കൺസിഡറേഷൻ. ഞാനൊരു ഗുഡ്സ് നിങ്ങൾക്ക് തന്നു, ഞാൻ കൺസിഡറേഷൻ ഒന്നും വാങ്ങിയിട്ടില്ല, അപ്പൊ ഞാൻ അതിന് മുകളിൽ എന്തെങ്കിലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ ഗവൺമെന്റിലോട്ട്? ഫ്രീ ആയിട്ട് ഒരു സാധനം തരുമ്പോ അടയ്ക്കണോ? എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പിന്നെ ഞാൻ എന്തെടുത്ത് അടയ്ക്കണം? എന്തെങ്കിലും എടുത്ത് അടയ്ക്കണോ? അപ്പൊ സപ്ലൈ ആവണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ എന്തായിരിക്കും? കൺസിഡറേഷൻ വേണം, അല്ലെ? അനശ്വര പറഞ്ഞ പോലെ സംതിങ് ഇൻ റിട്ടേൺ ആണല്ലോ. എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ വേണം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഞാൻ കേരളത്തിനകത്തുള്ള ഒരാൾ കേരളത്തിനകത്തോട്ട് ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്, 100 രൂപയ്ക്ക് ഞാൻ കേരളത്തിലുള്ള ഒരാൾ കേരളത്തിനകത്തോട്ട് ഒരു സാധനം വിറ്റു, അതിന് 5% GST എന്ന് പഠിച്ചു എന്ന് വിചാരിക്കാം. GST 5% പറഞ്ഞു, ടോട്ടൽ റേറ്റ് 5% എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ ടാക്സ് അടയ്ക്കുക? നിങ്ങൾ ഒരിക്കലും സബ്ജക്റ്റിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണണ്ട കേട്ടോ, എല്ലാം സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ കേരളത്തിനകത്ത് നിന്ന് ഒരാൾ കേരളത്തിനകത്തോട്ട് ഒരാൾ വിൽക്കുമ്പോൾ, അകത്തുള്ള ഒരാൾക്ക് വിൽക്കുമ്പോൾ അവിടെ അടയ്ക്കുന്ന ടാക്സ് എന്തായിരുന്നു? ആ സപ്ലൈ നമ്മൾ എന്തായിട്ടാ വിളിച്ചിരുന്നേ? ഇൻട്രാ. ബാക്കിയുള്ളവർ എവിടെ? എല്ലാരും മറന്നുപോയോ? അപർണ ശരിയാണോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇൻട്രാ അല്ലേ? ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു, 100 രൂപയാണ് നിങ്ങളുടെ ടാക്സ് റേറ്റ്, 5% പറഞ്ഞു. CGST എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എത്ര? 2.5. ടോട്ടൽ GST ആണ് ചോദിച്ചതെങ്കിൽ 5. ഇനി SGST ആണെങ്കിലോ 2.5. സിമ്പിൾ. ഇതാണ് ഏറ്റവും ബേസ് കാര്യം. ഇനി കേരളയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് ഒരു സാധനം വിൽക്കുമ്പോൾ ജനറൽ കേസിൽ എങ്ങനെയാ? ജനറലി IGST ആണ്. ചെറിയ കുറച്ച് എക്സംഷൻ ഉണ്ട്, വലിയ കാര്യമായിട്ടില്ല. അത് ജസ്റ്റ് കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തും, നിങ്ങൾ തന്നെ പറയും, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ എടോ, എല്ലാം എന്താണ്? ഒരു ആക്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാ? ഗവൺമെന്റിന് എങ്ങനെ വരുമാനം കിട്ടണം, അല്ലെ? നിങ്ങളാണ് ഗവൺമെന്റ്, നിങ്ങളാണ് ആക്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നുണ്ടോ, നിങ്ങൾ അതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നോളൂ. അതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഓക്കെ, അപ്പോ നമ്മൾ നിർത്തിയ കാര്യം എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ അവിടെ ആയിരുന്നു, അല്ലെ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതിനു മുമ്പ് GST കൗൺസിൽ എന്തായിരുന്നടാ? GST കൗൺസിലിന്റെ ചെയർമാൻ ആരാ? GST കൗൺസിലിന്റെ ചെയർമാൻ ആരാ? GST കൗൺസിലിന്റെ ചെയർമാൻ ആരെങ്കിലും ഒരാൾ പറയാൻ കാത്തിക്കാണോ ബാക്കിയുള്ളവര്? രാഹുൽ ശരിയാണ്. ഏതാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, മെമ്പേഴ്സ് മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അല്ലെ? അത്രേ ഉള്ളൂ. ഫങ്ഷൻസ് എന്തായിരുന്നു? ഈ റേറ്റ്, ത്രെഷോൾഡ് ലിമിറ്റ്, പിന്നെന്താ എക്സംഷൻ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഈ പരിപാടികളിലൊക്കെ റെക്കമെൻഡേഷൻ നൽകലാണ് ആരുടെ പണി? GST കൗൺസിലിന്റെ പരിപാടി. ഓക്കെ, അതാണ് നമ്മൾ അങ്ങനെ പഠിച്ചത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? GST കൗൺസിൽ നിലവിൽ വന്നത് എന്നാടാ? സോറി, GST നിലവിൽ വന്നത് എന്നാടാ? GST നിലവിൽ വന്നത് ഫസ്റ്റ് ജൂലൈ 2017 കേട്ടോ. 1 ജൂലൈ 2017. നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയിട്ടാണോ? ആണോ?
ആയിരിക്കും അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? രണ്ടും രണ്ടല്ലേ? അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്നതല്ലേ നിങ്ങൾ പറഞ്ഞത്? മാറിപ്പോരുത്. മാറിപ്പോയ ആൻസർ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിച്ചത് തന്നെ. അപ്പൊ ഇങ്ങനെ മാറിപ്പോകുന്ന പ്രശ്നങ്ങൾ പോവല്ലോ. അപ്പോ എന്താണ്, 1 ജൂലൈ 2017 തൊട്ടാണ് എന്ത് വന്നത്? GST വന്നത്. അപ്പൊ അതിനു മുമ്പേ സ്റ്റേറ്റിനും സെൻട്രലിനും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കിട്ടണമല്ലോ. അതിനുവേണ്ടി എന്ത് വന്നു? അതിനു വേണ്ടിയിട്ട് എന്ത് വന്നു? എന്താ വന്നത്? സ്റ്റേറ്റിനും സെൻട്രലിനും 101st അമെന്റ്മെന്റ് ആക്ട്, 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട് അല്ലെ? 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വന്നാൽ സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ക്വസ്റ്റ്യൻ വായിക്കുക, നമ്മൾ കേട്ട കാര്യമാണോ അത് ജസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ പിടിച്ചാൽ പോരെ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു മടിയും വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് ഇതൊരു പുതിയ സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇത് വലിയൊരു സബ്ജക്റ്റ് ഒന്നും അല്ല, സിമ്പിൾ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഏത് ഏരിയ ആയിക്കോട്ടെ. റെഡി? അപ്പോ ഇനി എന്താണ് പഠിക്കാനുള്ളത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പറഞ്ഞു അല്ലെ? അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് CGST ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. CGST ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോടാ? CGST ഏതിനായിട്ടെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? സെൻട്രലിന്റെ GST ഏതെങ്കിലുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? സെൻട്രലിന്റെ GST ഏതെങ്കിലുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? കുറച്ചു പേരൊന്നും മിണ്ടുന്നില്ലല്ലോ. SGST അല്ലെ? ശരിയാണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇന്നലെ ആ പ്രോബ്ലം ചെയ്തു നോക്കിയായിരുന്നോ? ഞാൻ പറഞ്ഞ ഏരിയ 39ാമത്തെ പേജ് ആയിരുന്നോ? അല്ലെ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലാണ് 39ാമത്തെ പേജ് ചെയ്തിരുന്നോ? സമയം കിട്ടിയില്ല? അതോ ശനിയാഴ്ച ആയതുകൊണ്ട് ബിസി ആയി പോയോ? ചെയ്തു നോക്കിയിരുന്നോടാ 3ഉം? എന്താ അവസ്ഥ? മനസ്സിലായോ? ആ കൺസെപ്റ്റ് മനസ്സിലായിരുന്നോ? ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയോ? ക്വസ്റ്റ്യൻ ചെയ്യാൻ മറന്നോ? അടിപൊളി. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, പക്ഷെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്തില്ല? ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അല്ലേ? എടാ, നമുക്ക് ഉഴപ്പ് എന്ന് പറഞ്ഞ സാധനം വേണ്ട കേട്ടോ. സംഭവം എളുപ്പമാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആകെ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ജസ്റ്റ് അത് നോക്കിയിരുന്നോ? നോക്കിയിട്ട് എന്താ അവസ്ഥ എന്നാ ഞാൻ ചോദിക്കട്ടെ. CGST ആദ്യം ഏതിനായിട്ടാ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? CGST ആദ്യം ഏതിനായിട്ടാ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? CGST എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ? രണ്ടാമത് SGST ആണോ? IGST ഉറപ്പാ? ചേട്ടാ, SGST ആയിരുന്നില്ലേ? അല്ലേ? SGST നല്ല കഥയെ. രണ്ടാമത് ഏതായിരുന്നു? CGST? IGST അല്ലേ? ഉറപ്പല്ലേ? ഞാൻ ചോദിക്കുമ്പോൾ മാറ്റണ്ട, ഞാൻ തെറ്റിക്കാനൊക്കെ നോക്കും. അപ്പൊ നിങ്ങൾ ശരിയായിട്ടുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഡീല്. അപ്പൊ എങ്ങനെ പഠിച്ചു? ആദ്യം CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, രണ്ടാമത് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പൊ SGST ആയിട്ട് ചെയ്യാൻ പറ്റുമോ? സെൻട്രലിന്റെ സ്റ്റേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ?
ഇല്ല. ഓക്കെ, സമ്മതിച്ചു. ഇനി SGST ആദ്യം ഏതായിട്ടാ ചെയ്യാം? SGST ആദ്യം SGST ആയിട്ട്. ഓക്കെ, രണ്ടാമത് CGST ആയിരിക്കും. അല്ല ചേടോ, ഞാൻ ഇങ്ങനെ ഇതൊക്കെ തെറ്റിക്കുന്നത്. IGST ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ IGST, അപ്പൊ ആദ്യം SGST ആയിട്ട്, രണ്ടാമത് നീ സാറാവ്. ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ റെഡി ആയിക്കോളൂ അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ അച്ഛനെ? വേണ്ട അല്ലേ? ഓക്കെ, അപ്പോ SGST ആദ്യം SGST ആയിട്ട്, രണ്ടാമത് IGST ആയിട്ട്. അപ്പൊ SGST ഏതിനായിട്ട് പറ്റില്ല? SGST ഏതിനായിട്ട് പറ്റില്ല? CGST ആയിട്ട് പറ്റില്ല. ഉറപ്പിക്കാലോ? ഈ കാര്യം ഉറപ്പിക്കാലോ അല്ലേ? ക്രോസ് യൂട്ടിലൈസേഷൻ പറ്റില്ല. ക്രോസ് യൂട്ടിലൈസേഷൻ സെൻട്രലിന്റെ സ്റ്റേറ്റുമായിട്ടും പറ്റില്ല, സ്റ്റേറ്റിന്റെ സെൻട്രലുമായിട്ടും പറ്റില്ല അല്ലെ? SGST CGST ആയിട്ടും പറ്റില്ല, CGST SGST ആയിട്ടും പറ്റില്ല. പക്ഷെ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് അല്ലെ? ഏതാണോ ഡെസ്റ്റിനേഷൻ അവിടെ എന്ത് ചെയ്യും? നമ്മൾ IGST കളക്ട് ചെയ്യും. ഈ IGST സെൻട്രലിന്റെ പങ്കുണ്ട്, സ്റ്റേറ്റിന്റെ പങ്കുണ്ട് അല്ലെ? 5% മൊത്തമായിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക? IGST ആയിട്ട് കളക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? 5% മൊത്തമായിട്ടല്ലേ നമ്മൾ IGST ആയിട്ട് കളക്ട് ചെയ്യുക. അപ്പൊ അതിൽ സെൻട്രലിന്റെ പങ്കുണ്ട്, സ്റ്റേറ്റിന്റെ പങ്കുണ്ട്. ആരാണ് റിസീവ് ചെയ്യുന്ന സ്റ്റേറ്റ്? ആരാണോ റിസീവ് ചെയ്യുന്ന സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനാണ് എന്ത്? ആ സ്റ്റേറ്റിനാണ് എന്ത്? ഇൻകം കിട്ടേണ്ടത്. അപ്പോ സ്റ്റേറ്റിന്റെ പോർഷനും ഉണ്ട്, സെൻട്രലിന്റെ പോർഷനും ഉണ്ട്. അപ്പൊ IGST സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാ? IGSTയുടെ എല്ലാവരുടെയും പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ IGST ഏതാ ഓർഡർ? IGST ആദ്യം എടാ എനിക്ക് ഓർമ്മല്ല, പറഞ്ഞതാ. IGST ആദ്യം IGST, രണ്ടാമത് CGST, മൂന്നാമത് SGST ഓർ UTGST. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? താക്കോല് കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന മാതിരി ഇതുവരെ ഓക്കെ ആണല്ലോ? അവിടെ ഇരുന്നോട്ടെ അല്ലേ? അപ്പോ നമ്മൾ എവിടെത്തി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ SGST വച്ച് IGST സെറ്റ് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, SGST വെച്ച് IGST സെറ്റ് ഓഫ് ചെയ്യാലോ? പറ്റുമല്ലോ? SGST ആരുടെ ഇൻകം ആണ്? SGST ആരുടെ ഇൻകം ആണ്? ആരാണ് SGST റിസീവ് ചെയ്യുന്നത്? സ്റ്റേറ്റ് അല്ലെ? CGSTയും IGSTയും ആരാണ് റിസീവ് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്ന ആരാ? രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണ് റിസീവ് ചെയ്യുന്നത്, CGSTയും IGSTയും. അപ്പൊ ഈ IGST എന്ന് പറയുന്നത് സെൻട്രൽ ആണ് കളക്ട് ചെയ്യുന്നതെങ്കിലും അതിന്റെ ഒരു പോർഷൻ ആർക്ക് അർഹതപ്പെട്ടതാ? അതിന്റെ ഒരു പോർഷൻ ആർക്ക് അർഹതപ്പെട്ടതാ? സ്റ്റേറ്റിന് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? സെൻട്രല് സ്റ്റേറ്റില് കൊടുക്കണം അല്ലെ? സെൻട്രല് സ്റ്റേറ്റിന് കൊടുക്കണം. അതൊരു കണ്ടീഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ,
ക്ലിയർ അല്ലേ? സാധനം ക്ലിയർ അല്ലേ? IGST കളക്ട് ചെയ്യുന്നത് സെന്റർ ആണ്, CGST കളക്ട് ചെയ്യുന്നത് സെന്റർ ആണ്. ഓക്കെ, അതില് സ്റ്റേറ്റിന്റെ ഒരു പോർഷനും കൂടെ ഉണ്ടല്ലോ. 5% മൊത്തം IGST ആയിട്ട് കളക്ട് ചെയ്യുമല്ലോ. അതിലെ ഈ 2.5% എന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റേറ്റിന് അർഹതപ്പെട്ടതാണ്. അപ്പോൾ സെൻട്രൽ അത് സ്റ്റേറ്റിന് കൊടുക്കണം. ക്ലിയർ? അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വരുമാനമല്ലേ കുറയുന്നത്. അപ്പൊ നിങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? ഇപ്പൊ നമ്മൾ നിങ്ങൾ കേരള ഗവൺമെന്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ മൊത്തം സെൻട്രൽ ഗവൺമെന്റ് എടുത്തോ, എനിക്ക് എന്റെ ഫണ്ട് എനിക്ക് വേണ്ട, നിങ്ങൾ മൊത്തം എടുത്തോ എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പോ ഞങ്ങളുടെ പങ്ക് ഇങ്ങ് തന്നേക്കണേ അല്ലെ, ഞങ്ങളുടെ പങ്ക് ഇങ്ങ് തരണം, അത്രല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഈ 50% നമ്മൾ ഇങ്ങ് കളക്ട് ചെയ്യും. ഓക്കെ, സെന്റർ സ്റ്റേറ്റിന് തരണം ഒന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, SGST വച്ച് IGST സെറ്റ് ഓഫ് ചെയ്യാലോ? പറ്റുമല്ലോ. SGST വെച്ച് IGST സെറ്റ് ഓഫ് ചെയ്യാലോ? പറ്റും. അങ്ങനെ ചെയ്യുമ്പോ IGST ആരുടെ ഇൻകം ആടാ? IGST ആരുടെ ഇൻകം ആടാ? സെൻട്രലിന്റെ ആണല്ലോ, സെൻട്രലിന്റെ. ഓക്കെ, ഈ IGST SGST കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആരുടെ ഇൻകം കൊണ്ടാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്? സെൻട്രലിന്റെ. ഞാൻ സെൻട്രൽ ഗവൺമെന്റും നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റും ആണെന്ന് വിചാരിച്ചോ. എനിക്ക് 100 കിട്ടണം. ഞാൻ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മ ഉണ്ടല്ലോ. എനിക്ക് 100 രൂപ ടാക്സ് കിട്ടണം എന്ന് വിചാരിച്ചോ. 100 രൂപ ടാക്സ് ആണ്, ടാക്സ് 100 രൂപ കിട്ടണം. നിങ്ങൾക്ക് 90 കിട്ടിയിട്ടുണ്ട്. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ആണ്, നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നിങ്ങൾക്ക് 90 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 90 കുറച്ചിട്ട് ബാക്കി 10 രൂപ എനിക്ക് തരല്ലേ ചെയ്യാ? ഈ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ 100 രൂപയിൽ നിന്നും 90 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബാക്കി 10 രൂപയാണ് സെൻട്രലിന് കിട്ടുള്ളൂ അല്ലെ? ശരിക്കും അത് മൊത്തം ആർക്ക് അവകാശപ്പെട്ടതാ? IGST ആർക്ക് അവകാശപ്പെട്ടതാ? സെൻട്രലിന്. അപ്പോ നിങ്ങൾ സ്റ്റേറ്റ് എന്തെങ്കിലും എനിക്ക് തരണോ? നമ്മൾ ഈ സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിച്ച എമൗണ്ട് എന്ത് ചെയ്യണം? സെൻട്രലിന് തരണം അല്ലേ? ക്ലിയർ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ നമുക്ക് മറ്റേ എക്സാമ്പിൾ പറയാം. IGST എടുത്തു എന്ന് വിചാരിച്ചോ. IGST ആരുടെ ഇൻകാടാ? സെൻട്രലിന്റെ അല്ലെ? IGST സെൻട്രലിന്റെ. അത് വെച്ച് SGST സെറ്റ് ഓഫ് ചെയ്യാൻ വിചാരിക്കാം. നിങ്ങൾ കേരള ഗവൺമെന്റ് കേട്ടോ, നിങ്ങൾ കേരള ഗവൺമെന്റ്. ഈ പെന്ന് ഞാൻ ആദ്യം എന്ത് ചെയ്തു? വാങ്ങി. ഞാൻ വാങ്ങിയപ്പോ 10 രൂപ ടാക്സ് കേരള ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. ഓക്കെ, SGST ഇനത്തില് ഞാൻ 10 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കേരള ഗവൺമെന്റിന് തന്നിട്ടുണ്ട് വിചാരിക്കാം. ഓക്കെ, ഇനി ഞാനിത് എന്ത് ചെയ്യുന്നു? ഞാനിത് തമിഴ്നാട്ടിലോട്ട് വിൽക്കുന്നു. അപ്പൊ അവിടെ ഏതാ ടാക്സ്? IGST അല്ലെ? IGST. ബാക്കിയുള്ളവരെവിടെ? ശ്രദ്ധിക്കട്ടെ, ആ പ്രോബ്ലത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, IGST. അപ്പോ ഞാൻ ഓൾറെഡി 10 രൂപ കേരള ഗവൺമെന്റിന് തന്നു. ഞാനിത് തമിഴ്നാട്ടിലോട്ട് വിൽക്കുമ്പോൾ 15 രൂപ ടാക്സ് അടയ്ക്കാനുള്ളതായിട്ട് കരുതാം. ആർക്ക്? IGST ഇനത്തില് സെൻട്രൽ ഗവൺമെന്റിന് 15 രൂപ കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. 15 രൂപ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടേണ്ടതായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ കേരള ഗവൺമെന്റിന് ഞാൻ നിങ്ങൾക്ക് അടച്ച 10 രൂപ കൊണ്ട്
സെൻട്രൽ ഗവൺമെന്റിന് കിട്ടേണ്ട 15 കുറയ്ക്കുമ്പോൾ ഈ 10 രൂപ ശരിക്കും ആർക്കാ കിട്ടിയത്? 5 രൂപയല്ലേ ഞാൻ നെറ്റ് IGST അടയ്ക്കുള്ളൂ. തമിഴ്നാട് സെൻട്രൽ ഗവൺമെന്റിന് IGST ആയിട്ട് 5 അല്ലേ അടയ്ക്കുള്ളൂ. 15-ൽ നിന്നും 10 കുറയ്ക്കുമല്ലോ അല്ലെ? അതാണല്ലോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഡൗട്ട് ആവുന്നില്ലല്ലോ? ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, 15 രൂപയിൽ നിന്നും 10 രൂപ കുറച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? 5 രൂപ ഞാൻ സെൻട്രൽ ഗവൺമെന്റിലോട്ട് അടച്ചാൽ മതി. പക്ഷെ ഈ 15 രൂപയും ആർക്കാ കിട്ടേണ്ടിയിരുന്നത്? ഫൈനൽ കൺസ്യൂമർ ആരാ? തമിഴ്നാട്. നീയോ? നിങ്ങളിപ്പോ ഗവൺമെന്റാ, ഇരുത്തോടത്തിരുന്നാ മതി അല്ലേ? നിങ്ങൾ ഗവൺമെന്റ് അല്ലേ? നിങ്ങളിപ്പോ കേരള ഗവൺമെന്റാ. ഞാൻ തമിഴ്നാട്ടിൽ വിറ്റ ആള്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തമിഴ്നാട് വിറ്റപ്പോ സെൻട്രൽ ഗവൺമെന്റിനാണ് ആക്ച്വലി 15 കിട്ടേണ്ടത്. ഫൈനൽ കൺസ്യൂമർ തമിഴ്നാട് ആയതുകൊണ്ട് അവിടെ IGST ആണ് വരിക. അപ്പൊ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റിനാണ് ഇൻകം കിട്ടുന്നത്. 10 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടിയത് വെച്ചിട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടേണ്ട 15 കുറയ്ക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അവിടെ ആകെ 5 കിട്ടുന്നുള്ളൂ. 15ഉം ആരുടെ ഫണ്ടാ ശരിക്കും? ആരുടെ ഫണ്ടാ? പതിനഞ്ചും ശരിക്കും സെൻട്രലിന്റെ എമൗണ്ട് അല്ലേ? അപ്പോ ഈ 10 രൂപ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് സെൻട്രലിന് കൊടുക്കണം. ഫൈനൽ കൺസ്യൂമറുടെ മേത്താണല്ലോ ടാക്സ് കളക്ട് ചെയ്യുക. ആരാണോ അവസാന ഉപഭോക്താവ് അയാളാണല്ലോ ടാക്സ് അടയ്ക്കേണ്ടത്. GSTയില് ആണല്ലോ. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് എന്ന് പഠിച്ചല്ലോ, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നോ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്നോ ഒക്കെ ഒബ്ജക്റ്റീവിൽ കാണുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കറക്കി കുത്തിയേക്കണം. കറക്കി കുത്തണ്ട, ഉറപ്പിച്ച് കുത്തിയേക്കണം. ഓക്കെ, റെഡി? റെഡി അല്ലേ സാധനം? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്, ഈ സ്ട്രക്ചർ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ടെസ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഒബ്ജക്റ്റീവ്ലി ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ. മനസ്സിലായോ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നില്ലേ? അതില്ലാതെ ഞാൻ ഇതിങ്ങനെ വായിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണോ, അതോ ആദ്യം ഇത് മൊത്തം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നതാണോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്? ഈ ഒരു രീതിയല്ലേ? ആദ്യം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് ഇത് എന്താന്ന് പഠിക്കാൻ ഒരു എന്താ പറയാ അല്ലെ? അല്ലെങ്കിൽ സുഖല്ലേ? എന്താ പറയാ, ബുക്ക് നോക്കുക, മൂഡ് വരും, അതന്നെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ നിങ്ങൾ ചെയ്യാത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യാത്ത പ്രോബ്ലം അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? 39ാമത്തെ പേജ് അല്ലായിരുന്നടാ? 39ാമത്തെ പേജ് അല്ലേ? ഓക്കെ, അപ്പൊ യൂട്ടിലൈസേഷൻ ഓഫ് SGST നമ്മൾ ഓൾറെഡി CGST പറഞ്ഞു, ഓർമ്മ ഉണ്ടല്ലോ? ചെയ്തു നോക്കിയിരുന്നോ? CGST ഓർമ്മയില്ലേ എല്ലാവർക്കും? ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ തരുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി SGST ഞാൻ അത് ഫുള്ള് പറയണോ? അത്രേ ഉള്ളൂ, നോക്കിക്കോ, ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, എവിടെയും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നോക്കാം. ദ എമൗണ്ട് വിൽ ബി ടോട്ടൽ എത്രയായിരുന്നു? ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 6 ലക്ഷം. ഈ 6 ലക്ഷം എന്താണ്? CGST ആണ്. ഓക്കെ, നമ്മൾ CGST കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ CGST ആണ്. അപ്പൊ ടോട്ടൽ 6 ലക്ഷം. എന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 2 ലക്ഷം ഉണ്ട്, 3 ലക്ഷം
IGST ഉണ്ട്, ഇത് CGST ആണ്, 2 ലക്ഷം SGST ഉണ്ട്. അപ്പോ CGST 2 ഉണ്ട്, IGST 3 ഉണ്ട്, SGST 2 ഉണ്ട്. അപ്പോ നമ്മളെ കയ്യിൽ CGST ഇൻപുട്ട് എത്ര ഉണ്ട്? ഇൻപുട്ട് 6 ഉണ്ട്. എങ്ങനെയാടാ ഓർഡർ? ആദ്യം ഏതാ ചെയ്യാം? ആദ്യം ഏതാ ചെയ്യാം? ആദ്യം ഏതാ ചെയ്യാം? ബാക്കിയുള്ളവരെവിടെ? ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, ആദ്യം CGST കുറച്ചോ? CGST കുറച്ചു. അപ്പോ 6ന്ന് എത്ര പോയി? 2 പോയി. ഇനി 4 ഉണ്ട് അല്ലെ? ഇനി 4 ഉണ്ട്. അപ്പോ CGST കഴിഞ്ഞു. ഇനി ഏതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? SGST ആയിട്ട് പറ്റുമോ? ഇനി IGST എത്ര ഉണ്ട്? 3 ലക്ഷം. 3 ലക്ഷം രൂപ IGST ന്നും കുറച്ചു. അപ്പൊ ഇതും പോയി. ഇത് പൂജ്യമായി, ഇത് പൂജ്യമായി. ഇനി SGST 2 ഉണ്ട്. എന്റെ കയ്യിൽ 1 ഇൻപുട്ട് ബാക്കിയുണ്ട്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ഇൻപുട്ട് ബാക്കിയുണ്ട്. SGST 2 ഉണ്ട്. എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എത്ര ഗവൺമെന്റിലോട്ട് അടയ്ക്കണം ക്യാഷ് ആയിട്ട്? എത്ര ഗവൺമെന്റിലോട്ട് അടയ്ക്കണം? എത്ര ഗവൺമെന്റിലോട്ട് അടയ്ക്കണം? ഈ 2 ലക്ഷം രൂപ ഗവൺമെന്റിലോട്ട് അടയ്ക്കണം അല്ലെ? ബാക്കി 1 ലക്ഷം അടുത്ത മാസത്തേക്ക് താഴെ നോക്കിക്കോ. ടോട്ടൽ 6 ലക്ഷം. ആൻസറും ഇതിൽ തന്നെ ഉണ്ട്, 6 ലക്ഷം. ഓക്കെ, നമ്മളുടെ ഔട്ട്പുട്ട് GST തന്നിട്ടുണ്ട്. CGST 2 ലക്ഷം, IGST 3 ലക്ഷം, SGST 2 ലക്ഷം. അപ്പൊ ആദ്യം CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. 2 ലക്ഷം കുറച്ചല്ലോ, 2 ലക്ഷം കുറച്ചു. ഓക്കെ, ഇനി IGST എത്ര ഉണ്ട്? 3 ലക്ഷം, അത് കുറച്ചു. ബാക്കിയുള്ളത് കൊണ്ട് IGST 3 ലക്ഷം ഉണ്ട്, നമുക്ക് 3 ലക്ഷം IGST പേബിൾ ഉണ്ട്, അത് കുറച്ചു. 4 ലക്ഷത്തില് 6ൽ നിന്നും 2 പോയി, 4 ലക്ഷം ബാക്കിയുണ്ട്. പിന്നെന്ത് ചെയ്തു? 3 ലക്ഷം IGSTക്ക് അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ ബാക്കിയുണ്ട് അല്ലെ? ഇത് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത മന്തിലെ നമ്മളെ സെയിൽസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത മന്തിലെ ഔട്ട്വേർഡ് സപ്ലൈയിൽ നിന്നും കുറയ്ക്കാം. ഓക്കെ, SGST ആയിട്ട് പറ്റില്ല. അപ്പൊ SGSTയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എത്ര അടയ്ക്കണം? 2 ലക്ഷം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അശ്വിന് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്
SGST നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, SGST ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. SGST 2 ലക്ഷം, ഔട്ട്പുട്ട് IGST 3 ലക്ഷം, CGST 2 ലക്ഷം. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ, എത്രയാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുക? ഏതാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുക? എത്രയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരിക? ഏതാ നമ്മൾ അടയ്ക്കേണ്ടി വരിക? എത്ര എമൗണ്ട് അടയ്ക്കണം? SGST ഇൻപുട്ട് ആണ്. SGST ആദ്യം ഏതിനായിട്ട് ചെയ്യും? SGST ഔട്ട്പുട്ടിനായിട്ട് ചെയ്യും. എത്ര ഉണ്ട്? 2 ലക്ഷം അല്ലെ? അപ്പൊ 6 ലക്ഷത്തിൽ നിന്നും ആദ്യം 2 ലക്ഷം പോയി, ബാക്കി 4 ലക്ഷം ഉണ്ട്. ഔട്ട്പുട്ട് SGST 0 ആയി. പിന്നെ IGST 3 ലക്ഷം ഉണ്ട്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യും. അപ്പോ 1 ലക്ഷം ബാക്കി വന്നു. ബാക്കി CGST 2 ലക്ഷം ഉണ്ട്. നമ്മളെ കയ്യിൽ 1 ലക്ഷം SGST ഇൻപുട്ട് ഉണ്ട്. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എത്ര ഗവൺമെന്റിലോട്ട് അടയ്ക്കണം? ഏത് എമൗണ്ട് അടയ്ക്കണം? ഏത് എമൗണ്ട് അടയ്ക്കണം? CGST 2 ലക്ഷം അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിച്ചോ. ഡൗട്ട് ഉണ്ടോ? ആറിൽ നിന്നും 2 പോയി, അതിൽ നിന്നും 3 പോയി, ബാക്കി 1 ലക്ഷം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ആകെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉള്ളത് CGST ആണ്. SGST CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 ലക്ഷം നമ്മൾ അടയ്ക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? റെഡി അല്ലേടോ? അതാണ് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത്. എത്രേ ഉള്ളൂ? നോക്കിയേ, 6 ലക്ഷത്തിൽ നിന്നും ബാക്കി നിങ്ങൾ പറഞ്ഞ തന്നെ ഔട്ട്പുട്ട് SGST തെറ്റിപ്പോയതാണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇത് CGST ആണ്. ടെസ്റ്റിലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇത് SGST. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? ഇപ്പൊ തന്നെ തിരുത്താം. ഇതും SGST ആണ്. മാറ്റിയോ? മാറ്റിയില്ലേ? ഇനി IGST എങ്ങനെയാ? ആദ്യം IGST, രണ്ടാമത് CGST, മൂന്നാമത് SGST. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുണ്ട്? 6 ലക്ഷം തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് CGST 2 തന്നിട്ടുണ്ട്. ഇത് IGST ആണ്. നിങ്ങൾ പറയണേ, ഞാൻ ചോദിക്കാം. IGST ഇൻപുട്ടുള്ള കയ്യിൽ 6 ലക്ഷം ഉണ്ട്. CGST നമ്മൾ വിറ്റതിന്റെ മുകളിൽ ആകെ മൊത്തം CGST 2 ലക്ഷം അടയ്ക്കാനുണ്ട്. IGST 3 ലക്ഷം അടയ്ക്കാനുണ്ട്. SGST 2 ലക്ഷം അടയ്ക്കാനുണ്ട്. ഓക്കെ, CGST 2 ലക്ഷം അടയ്ക്കാനുണ്ട്. IGST 3 ലക്ഷം അടയ്ക്കാനുണ്ട്. SGST 2 ലക്ഷം അടയ്ക്കാനുണ്ട്.
നമ്മളെ കയ്യിൽ IGST ഇൻപുട്ട് 6 ലക്ഷം ഉണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ എങ്ങനെ ആദ്യം എങ്ങനെ ചെയ്യാം? IGST ഇൻപുട്ട് ആദ്യം എങ്ങനെ ചെയ്യാം? ആദ്യം IGST. അപ്പൊ ഫസ്റ്റ് ഇതായിട്ട് ചെയ്യും അല്ലെ? ഫസ്റ്റ്. സെക്കൻഡ് ഏതാ? CGST. തേർഡ് SGST അല്ലെ? അപ്പൊ ചെയ്തോ. 6 ലക്ഷം ഉണ്ട് നമ്മളെ കയ്യിൽ ടോട്ടല്. ആദ്യം 6 ലക്ഷം ഉണ്ട്. അതിൽ നിന്നും 3 ലക്ഷം ആദ്യം കുറച്ചു. IGST ഫുള്ള് കളഞ്ഞു. ഇനി എന്താ ഉള്ളത്? രണ്ടാമത് ഏതാ? CGST അല്ലെ? CGST ആകെ അടയ്ക്കാനുള്ളത് 2 ലക്ഷം. നമ്മളെ കയ്യിൽ ബാലൻസ് ഇനി എത്ര ഉണ്ടാവും? 6 - 3 3 ലക്ഷം ഉണ്ടല്ലോ. അപ്പൊ 2 ലക്ഷം കുറച്ചു. ഓക്കെ. ഇനിയോ ലാസ്റ്റ് SGST. എത്ര ഉണ്ട് നമ്മളെ കയ്യിൽ ബാലൻസ്? എത്ര ഉണ്ട് ബാലൻസ്? ബാക്കിയുള്ളവരുടെ റെഡിയാണോ? 1 ലക്ഷം അല്ലെ? ഈ 1 ലക്ഷം നമുക്ക് SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗവൺമെന്റ് ചെയ്യേണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുറച്ചോ 1 ലക്ഷം. അപ്പോ IGST 0 ആയി. ഇനി എന്തെങ്കിലും അടയ്ക്കാനുണ്ടോ? ഇത് 0 ആയി, ഇത് 0 ആയി, ഇതോ? $1 lakh അല്ലേ? 1 lakh നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇതാ നമ്മൾ ആദ്യം IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. രണ്ടാമത്തെ CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് 1 ലക്ഷം ഉണ്ടായിരുന്നു, അതും കുറച്ചു. ക്രെഡിറ്റ് ഒന്നും ബാക്കിയില്ല. 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അടയ്ക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ ആണോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും സെറ്റ് ഓഫും ഇത്രേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. കഴിഞ്ഞല്ലോ. ഇനി സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇത് ചെയ്തു നോക്കുവോ? വെറുതെ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കാലോ. അതോ ഇന്നലത്തെ പോലെ ആണോ? ഇന്നലത്തെ പോലെയാണോ? നിങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് ചെയ്യാത്തതാവും അല്ലെ? അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ആയിരിക്കും. ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ ആയാൽ മതി. ഓക്കെ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലത്തെ പോട്ടെ. ഫസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞതല്ലേ, ഒരു ദിവസത്തേക്ക് ഞാൻ എക്സ്ക്യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇനി ഞാൻ പറയുന്ന വർക്കൊക്കെ ചെയ്തു നോക്കുക. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. ഇപ്പൊ ഈ ഏരിയ ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇവിടുന്നാണ് അങ്ങോട്ട് പോയത് അല്ലേ? ഇവിടുന്നാണ് അങ്ങോട്ട് ചാടിപ്പോയത്.
ടെസ്റ്റിൽ ഓർഡറിലായിരിക്കില്ലല്ലോ, നമ്മൾ ഓർഡറിൽ പഠിച്ചാൽ പോരെ. അപ്പോ ഇനി എന്താ, ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, സെന്ററും സ്റ്റേറ്റും SGST IGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും IGST SGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെന്ററും സ്റ്റേറ്റും തമ്മിൽ എന്താണോ ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, സെന്റർ സ്റ്റേറ്റിന് കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റിന് കൊടുക്കും, സ്റ്റേറ്റ് സെന്ററിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. സ്കിപ്പ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ആര്യ. ഇനി നമ്മൾ ഇതാ പറഞ്ഞേ, SGST പോർഷൻ, IGSTയിലെ SGST പോർഷൻ എന്ത് ചെയ്യും? സെന്റർ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിന് കൊടുക്കും. അത്രേ ഉള്ളൂ ആ പോയിന്റ്. റെഡി? ഇനി ITC നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ? ലാഗ് ഉണ്ടോ ഇപ്പോഴും? ഒരു മിനിറ്റ് ഇടാ. നിങ്ങൾ പറഞ്ഞാൽ മതി ലാഗ് ഉള്ളപ്പോട്ടോ. ഏതെങ്കിലും മിസ് ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ രണ്ടാമത് പറഞ്ഞോളാം. ഓക്കെ, ചിലപ്പോ ഈ നൈറ്റ് ആയതുകൊണ്ടേ അതിന്റെ ലാഗ് ആയിരിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു ITC. അപ്പോ ഞാൻ വാങ്ങുന്ന സാധനം എന്താ പറഞ്ഞിട്ടുള്ളത്? യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ്. ഓക്കെ, ഉപയോഗിച്ചതോ അല്ലെങ്കിൽ എന്തിന്? ഞാൻ പറഞ്ഞുതരാം. ബിസിനസിന്റെ ഉയർച്ചയ്ക്ക്. ഓക്കെ, ഫർദറൻസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്ത് നമ്മൾ എന്തെങ്കിലും സപ്ലൈ വാങ്ങിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇൻവാർഡ് സപ്ലൈ, ഞാൻ എന്തെങ്കിലും ഒരു ഗുഡ്സോ ചരക്കോ സേവനമോ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അതെന്റെ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ എന്ത് ചെയ്തു? ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പൊ ആലോചിക്കുക, യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഓക്കെ, റെഡി? ഒന്നുകിൽ ഞാൻ ഗുഡ്സ് വാങ്ങിയത് ആ ഗുഡ്സ് തന്നെ ആയിട്ട് വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഈ വാങ്ങുന്ന സാധനം വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് വിചാരിച്ചോ. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു മെഷീനറി വാങ്ങി, ഇത് വെച്ച് ഞാൻ വേറെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ? ഈ സാധനം വിൽക്കല്ലെങ്കിലും ഞാൻ ഇതുകൊണ്ടൊരു അഡീഷണൽ പ്രോഡക്റ്റ്, അഡീഷണൽ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അതുമൂലം ഗവൺമെന്റിന് ഒരു ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോ അതിനു മുകളിൽ എന്ത് ചെയ്തിരും? ഈ രണ്ട് കേസിലും നിങ്ങൾ എന്നാ പഠിച്ചോ ITC. സന്തോഷമായല്ലോ, ITC കിട്ടിയല്ലോ. അപ്പൊ എപ്പോഴൊക്കെ ITC കിട്ടുക? എപ്പോഴാ? യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഫർദറൻസ് ഓഫ് ബിസിനസ്, അത് മറക്കരുത് കേട്ടോ. ഫർദറൻസ് ഓഫ് ബിസിനസ്. ഓക്കെ, പിന്നെ പറയുന്ന പോയിന്റ് എന്താ? മാസം മാസം റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അതിന് ഓരോ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. മാസം മാസം റിട്ടേൺ ഫയൽ ചെയ്യണം. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ചോദിക്കില്ല. പിന്നെ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? നെഫ്റ്റ് ആയിട്ടാവാം, റിയൽ ടൈം RTGS ആവാം, നെഫ്റ്റ് ആവാം, ഡെബിറ്റ് കാർഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവാം. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്കറിയാലോ ഇപ്പൊ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഐ മീൻ എന്തൊരു പേയ്മെന്റ് നമ്മളിപ്പോ എങ്ങനെ അടയ്ക്കുക? ക്യാഷ് ആയിട്ടല്ല, എല്ലാം ഓൺലൈൻ ആയിട്ടാണ്. ഓക്കെ, GSTയിൽ എല്ലാം ഓൺലൈൻ ആയിട്ടാണ് പേ ചെയ്യുക. അപ്പൊ ഡെബിറ്റ് കാർഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവാം, നെറ്റ് ബാങ്കിങ് ആവാം, RTGS ആവാം, NEFT ആവാം. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളെ ഗവൺമെന്റില്ലേ, ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ, ഇപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും ഗവൺമെന്റ്
നിങ്ങൾ വീണ്ടും ഗവൺമെന്റായി. അപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി, ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ഞാൻ എന്താക്കി? ഗവൺമെന്റ് ആക്കി. ഓക്കെ, നിങ്ങളെ ഞാൻ എന്താക്കി? ഗവൺമെന്റ് ആക്കി. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഞാനൊരു എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്കൊരു റോഡ് കോൺട്രാക്ട്, ഒരു എക്സാമ്പിൾ ആണ്, റോഡ് പണി ഇല്ലേ, റോഡ് പണി, നിങ്ങൾ എനിക്കൊരു റോഡ് പണിയുടെ കോൺട്രാക്ട് തന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു തരും? റോഡ് പണി ചെയ്തു തരും അല്ലെ? ഞാൻ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് സർവീസ്, റോഡ് പണി. ഞാൻ പണിയെടുത്ത് തരുന്നുണ്ട്, ഗുഡ്സ് ഒക്കെ നിങ്ങൾ തരാന്ന് വിചാരിച്ചോ, ഞാൻ അവിടെ റോഡ് പണി ചെയ്തു തരുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു സർവീസ് സപ്ലൈ ചെയ്തു. അപ്പൊ നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? 1% കുറച്ചിട്ടേ തരുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസീസോ പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു സപ്ലൈ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? TDS പിടിക്കണം. TDS, ഡിഡക്റ്റ് ടാക്സ്. ഡിഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് TDS എന്ന് പറയും. TDS 1%. ഈ 1% ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, TDS ആണെങ്കിൽ 1% എന്ന് ആലോചിക്കാം. ക്ലിയർ ആണോ പോയിന്റ്? കോൺട്രാക്ടിന്റെ എമൗണ്ട് 2,50,000 മുകളിലാവണം കേട്ടോ. ഓക്കെ, ഒരു കോൺട്രാക്ടിന്റെ എമൗണ്ട് 2,50,000 മുകളിലാണെങ്കിൽ ഗവൺമെന്റ് ഏജൻസിക്ക് എന്തെങ്കിലും ഒരു സപ്ലയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1% ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് പേയ്മെന്റ് തരുള്ളൂ. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആയില്ല? റിപ്ലൈ ഒന്നുമില്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എക്സാമ്പിൾ പറയണോ? ഒന്നും കൂടെ ഓർമ്മയിൽ നിൽക്കാൻ. ഓക്കെ, അപ്പോ നിങ്ങൾ ഗവൺമെന്റ്, ഞാനൊരു കോൺട്രാക്ടർ. ഓക്കെ, നിങ്ങൾ എനിക്ക് എന്ത് തന്നു? ഒരു കോൺട്രാക്ട് തന്നു. ഈ കോൺട്രാക്ടിന്റെ വാല്യൂ 5 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാനാണ് ഇവിടെ എന്ത്? സപ്ലയർ അല്ലെ? ഞാനല്ലേ എന്ത് ചെയ്തു തരുന്നത്? റോഡ് പണി ചെയ്തു തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഗവൺമെന്റ് എനിക്ക് എന്ത് തരും? പൈസ തരുമല്ലോ, പേയ്മെന്റ് തരുമ്പോ ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ 5 ലക്ഷത്തിൽ നിന്നും TDS 1% കുറച്ച്. 5 ലക്ഷത്തിന്റെ 1% എത്രയാടാ? 5,000 അല്ലേ? 5,000 അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോ എത്ര കിട്ടും? 4,95,000 രൂപ ആർക്ക് കിട്ടുള്ളൂ? കോൺട്രാക്ടർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസിക്കോ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഏജൻസി എന്ത് ചെയ്യണം? 1% TDS പിടിച്ചിട്ട് ബാക്കിയുള്ളതേ നമുക്ക് തരുള്ളൂ. ഓക്കെ, ഇതൊക്കെ റോ ആക്ടിൽ വന്നതാണ് കേട്ടോ. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ആക്ച്വലി വലിയ പ്രശ്നമുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല, റേറ്റിലുള്ള മാറ്റമുള്ളൂ. നമുക്കുള്ളത് ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കേണ്ടത് കോൺട്രാക്ടിന്റെ വാല്യൂ 2,50,000 മുകളിലാണോ എന്നുള്ളതാണ്. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് എന്താ? മോർ ദാൻ 2,50,000 ആണല്ലോ. ക്ലിയർ അല്ലേ?
അപ്പൊ അവിടെ 1% TDS പിടിക്കണം. ഓക്കെ, ക്ലിയർ? അതൊക്കെ അല്ലേ? ഇപ്പൊ ലാഗിന്റെ പ്രശ്നമില്ലല്ലോടാ, കേൾക്കുന്നില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴും ലാഗിന്റെ പ്രശ്നമുണ്ടോ? അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാണോ? പക്ഷെ ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം കാണിക്കുന്നില്ല. ഓക്കെ, റെഡിയാക്കാം. ഓക്കെ, നോക്കാം. അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ക്ലാസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, നൈറ്റിന്റെ അല്ല, നൈറ്റ് ഞാൻ നോർമലി ക്ലാസ് എടുക്കുന്നതാ, ലാഗ് ഉണ്ടാവാറില്ല. ഓക്കെ, നമുക്ക് നോക്കാം ടൈമിനനുസരിച്ച്. ഇനി എന്നാലും ഞാൻ മാക്സിമം നോക്കാട്ടോ. അപ്പോ ഇനി നമ്മൾ പറഞ്ഞത്, നമ്മള് വാങ്ങിയ സാധനം 5% വിചാരിച്ചോ. വാങ്ങുന്ന സാധനം 5%, ഇൻവേർഡ് സപ്ലൈ അല്ലെ. ഇൻപുട്ട് 5% വിചാരിച്ചോ. ഔട്ട്വേർഡ് 18% വിചാരിച്ചോ. ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റ് 18% വിചാരിച്ചോ. ഓക്കെ, അപ്പോ എന്റെ സോറിടാ, ഇത് ഈ കേസിൽ ഓക്കെയാണ്. ഇങ്ങനെയല്ല, ഈ കേസിൽ നമുക്ക് ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റി തന്നെയാണല്ലോ കൂടുതൽ, ബാക്കി നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കാനല്ലേ ഉണ്ടാവുക. അപ്പൊ ഇൻപുട്ട് 18% ആണ് നമ്മളുടെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് വിചാരിക്കാം. നമ്മൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനം 18% വിചാരിച്ചോ, റോ മെറ്റീരിയൽ. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് 5% ടാക്സബിൾ ഐറ്റാന്ന് വിചാരിച്ചോ. 5% ടാക്സബിൾ ഐറ്റാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ആയിരിക്കോ കൂടുതൽ, ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കോ കൂടുതൽ? ജനറൽ കേസിൽ ഇൻപുട്ട് ടാക്സ് ആയിരിക്കോ ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കോ കൂടുതൽ? കേൾക്കുന്നില്ലേ? എടാ 18% റോ മെറ്റീരിയല്, ഔട്ട്പുട്ട് ടാക്സ് 5%. ഫോർ എക്സാമ്പിൾ, ഞാൻ ചകിരി വാങ്ങി, ഒരു എക്സാമ്പിൾ ആണ്, ആക്ച്വൽ റേറ്റ് അല്ല. ഞാൻ ചകിരി വാങ്ങി എന്ന് വിചാരിച്ചോ. ചകിരിയില്ലേ, ചകിരി തേങ്ങയുടെ കയറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ ചകിരിയുടെ റേറ്റ് 18% വിചാരിച്ചോ. 18% വിചാരിച്ചോ. ഓക്കെ, ഈ ചകിരി വെച്ച് ഞാൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? കയറുണ്ടാക്കും അല്ലെ, കയറുണ്ടാക്കും. ഈ കയറിന് 5% ടാക്സ് റേറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഈ കയറിന് 5% ടാക്സ് ഉണ്ടാക്കും എന്ന് വിചാരിച്ചോ. എല്ലാരും ഒപ്പം ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോ ചകിരി 18% ആയിരുന്നു, കയറ് 5% വിചാരിച്ചോ. അപ്പൊ ഞാൻ ചകിരിക്ക് ഒരു 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5% ടാക്സ് എന്ന് പറയുമ്പോൾ, സോറി 18% ടാക്സ് എന്ന് പറയുമ്പോൾ 18 രൂപ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ ഇത് പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കുമ്പോൾ ആകെ മൊത്തം ഇതിന് ചാർജ് ചെയ്യുന്നത്, ഓക്കെ, ഞാൻ ഈ സാധനം 100 രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് വിചാരിച്ചോ. 18% ആണെങ്കിൽ 118% ടോട്ടൽ നമ്മൾ എത്ര അടച്ചിട്ടുണ്ടാവും? 118 രൂപ അടച്ചിട്ടുണ്ടാവും. ഇതിലെ 18 രൂപ GST ആണ്. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് മൊത്തം ഔട്ട്പുട്ട് ആക്കിയിട്ട്, നമ്മൾ പറഞ്ഞ കയറാന്ന് വിചാരിച്ചോ. ഓക്കെ, കയറാണെന്ന് വിചാരിച്ചോ. ഈ കയറിന് ആകെ മൊത്തം നമ്മൾ ചാർജ് ചെയ്യുന്നത് 150 രൂപയാണെന്ന് വിചാരിച്ചോ. 150ന്റെ 5% എത്രയാ? 150ന്റെ 5% എത്രയാ? 7.5 അല്ലെ.
7.5 അല്ലേ? അപ്പൊ 7.5 എന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അല്ലെ? ഞാൻ വിൽക്കുമ്പോൾ എന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 7.5 പക്ഷെ എന്റെ ഇൻപുട്ട് ടാക്സ് എത്ര ഉണ്ട്? 18 ഉണ്ട് അല്ലെ? അപ്പൊ ഇനി ഞാൻ ഗവൺമെന്റിലോട്ട് എന്തെങ്കിലും അടയ്ക്കാനുണ്ടാവോ? ആകെ 7.5 അടച്ചാൽ മതി. എന്റെ കയ്യിൽ 18 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സസ് വരുന്ന എമൗണ്ട് ഇല്ലേ, 7ൽ നിന്ന് 18 പോയ എത്രടാ? 11.5. ശരിയാണോ? 11.5 അല്ലേ? ഈ 11.5 നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും. ഈ റീഫണ്ട് ചെയ്യാനുള്ള സമയമാണ് പറയുന്നത് 2 കൊല്ലം, 2 years. ഇത് ആലോചിച്ച് വെക്കാം, 2 years. ഓക്കെ, ഇതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 2 years നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഇത് കിട്ടിയാൽ മതി. റീഫണ്ട് ആണെങ്കിൽ 2 കൊല്ലം, റീഫണ്ട് ആണെങ്കിൽ റെലവന്റ് ഡേറ്റിൽ നിന്നും, എന്നാണോ റെലവന്റ് ഡേറ്റ് അതിൽ നിന്നും 2 കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? 2 കൊല്ലത്തിനുള്ളിൽ റീഫണ്ട് അപേക്ഷിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? 2 കൊല്ലം, 2 years മാർക്ക് ചെയ്യുക. 2 years. റീഫണ്ട് ആണെങ്കിൽ 2 കൊല്ലം, റീഫണ്ട് ആണെങ്കിൽ 2 കൊല്ലം. മറക്കില്ലല്ലോ? ഓക്കെ, നമ്മളെ കയ്യിലുള്ള എക്സസ് ITCയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള കേസോ നമുക്ക് റീഫണ്ട് ആയിട്ട് വാങ്ങാം. റീഫണ്ട് ആയിട്ട് വാങ്ങാം. അതിന്റെ ടൈമാണ് പറഞ്ഞത് 2 കൊല്ലം. ഓക്കെ, ക്ലിയർ? ഇനി വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഉണ്ടാ? ഫ്ലിപ്കാർട്ട്, ആമസോൺ നല്ല പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ചോദിച്ചു എന്നുള്ളൂ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നുള്ളവരെ നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും അല്ലെ? സാധനങ്ങൾ വാങ്ങും. ഇത് ആക്ച്വലി ഡയറക്റ്റ് ഫ്ലിപ്കാർട്ട് ആണോ നമുക്ക് വിൽക്കുന്നത്? ബില്ല് നോക്കിയിട്ടില്ലേ? ഡയറക്ട്ലി ഫ്ലിപ്കാർട്ട് ആണോ നമുക്ക് വിൽക്കുന്നത്? അല്ലല്ലോ. വേറെ വേറെ ആൾക്കാർ ഫ്ലിപ്കാർട്ട് ത്രൂ സാധനം വിൽക്കുന്നു. അപ്പോ ഫ്ലിപ്കാർട്ട് ടോട്ടൽ എമൗണ്ടിൽ നിന്നും 2% ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ആ സപ്ലയേഴ്സിന് കൊടുക്കുള്ളൂ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ നമ്മൾ റെസിപ്പിയന്റ്. ഓക്കെ, ഇനി ജിപാസ് ടെക്നോളജി ആണ് ഒരു എക്സാമ്പിൾ ആണ്. ജിപാസ് ടെക്നോളജി പറഞ്ഞിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്നതെന്ന് വിചാരിക്കാം. മൊബൈൽ ഫോൺ എക്സാമ്പിളിന് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് വാങ്ങിയത്. ജിപാസ് ആണ് ആക്ച്വൽ സപ്ലയർ എന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്ലിപ്കാർട്ട് 2% കുറച്ച് കഴിഞ്ഞ എമൗണ്ട് മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? ആർക്ക് കൊടുക്കുള്ളൂ? സപ്ലയറിന് കൊടുക്കുള്ളൂ. ഓക്കെ, നിങ്ങളാണ് അത് ത്രൂ വിൽക്കുന്നത് എങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യണം? 2% ടാക്സ് കുറച്ചിട്ടേണ് സപ്ലയറിന് തരുള്ളൂ. അപ്പൊ 2% ആലോചിച്ച് വെക്കുക. 2% ECO, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഫ്ലിപ്കാർട്ട് ഒക്കെ കണ്ടാൽ ആലോചിക്കുക. ഫ്ലിപ്കാർട്ട് എക്സാമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. 2% ടാക്സ് റേറ്റ്. 2% ടാക്സബിൾ സപ്ലൈയുടെ 2%. ക്ലിയർ ആണല്ലോ? ഓർമ്മ ഉണ്ടാവുമല്ലോ? ഓർമ്മ ഉണ്ടാവുമല്ലോ? 1% ഏതായിരുന്നു? 1% ഏതായിരുന്നു? TDS. ഗവൺമെന്റ് എന്തെങ്കിലും കൊടുക്കുമ്പോ അല്ലെ? എത്ര എമൗണ്ടിന്റെ മുകളിൽ
കോൺട്രാക്ട് വാല്യൂ, കോൺട്രാക്ട് വാല്യൂ എവിടെ? ബാക്കിയുള്ളവരെവിടെ? അപർണ, സ്നേഹ, ശരിയാണ്. ഓക്കെ, 2,50,000 മുകളിൽ അല്ലെ? ഇനി പിന്നെന്ത് പറഞ്ഞു? റീഫണ്ട് ആണെങ്കിൽ 2 കൊല്ലം. പിന്നെന്താ? നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, സെൽഫ് അസസ്മെന്റ്, നമ്മളാണ് ടാക്സ് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആര്? സപ്ലയർ, രജിസ്റ്റേർഡ് പേഴ്സൺ, ഓഡിറ്റ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾ എന്താക്കുകയാണ്? നിങ്ങൾ വീണ്ടും ഗവൺമെന്റ് ആണേ, നിങ്ങൾ ഓക്കെ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എൻ്റെ ആക്ച്വൽ ITCയുടെ മുകളിൽ ഞാൻ ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആക്ച്വൽ അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ കൂടുതൽ എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്തു, അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് അടച്ചിട്ടില്ല, ഷോർട്ട് പേയ്മെന്റോ റീഫണ്ടോ ഒക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ലാഗില്ലല്ലോടാ? ഇപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്? എക്സസ് ആയിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്തു. ആക്ച്വലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനേക്കാൾ മുകളിൽ ഞാൻ എന്ത് ചെയ്തു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാണിച്ചിട്ട് ഞാൻ എക്സസ് എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ആക്ച്വലി അടയ്ക്കേണ്ട എമൗണ്ട് ഒന്നും അടച്ചില്ല. അപ്പൊ നിങ്ങളാണ് ഗവൺമെന്റ്, ഞാൻ നിങ്ങൾക്കാണല്ലോ തരേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്നോട് അടയ്ക്കാൻ പറയില്ലേ? ഡിമാൻഡ് ചെയ്യില്ലേ എന്നോട് ടാക്സ് അടയ്ക്കാൻ? അത് ചെയ്യേണ്ട സമയമാണ് പറയുന്നത്. ഫ്രോഡ് അങ്ങനത്തെ കേസ് ഒന്നും അല്ലാതെ, ഫ്രോഡ്, സപ്രഷൻ, മിസ്സ്റ്റേറ്റ്മെന്റ്, നമ്മൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ഫ്രോഡോ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കുകയോ അങ്ങനെ മനഃപൂർവ്വം ഇന്റൻഷനലി ചെയ്തതല്ല എങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് സപ്ലയർ എങ്കിൽ എനിക്ക് നോട്ടീസ് അയക്കാൻ പറ്റും. ഓക്കെ, രജിസ്റ്റേർഡ് പേഴ്സണ് 3 കൊല്ലത്തിനുള്ളിൽ ഡിമാൻഡ് അയക്കാൻ പറ്റും. ഇനി ഫ്രോഡോ സപ്രഷനോ മിസ്സ്റ്റേറ്റ്മെന്റോ ആണെങ്കിൽ, ഇന്റൻഷനലി നമ്മൾ ഫ്രോഡോ സപ്രഷനോ മിസ്സ്റ്റേറ്റ്മെന്റ് ത്രൂവോ നമ്മൾ എന്ത് ചെയ്തതാണ്? നമ്മൾ ഇതുപോലെ എക്സസ് ആയിട്ട് ITC അടയ്ക്കേണ്ടത് അടയ്ക്കാതെയോ റീഫണ്ട് ക്ലെയിം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ്? 5 കൊല്ലമാണ്. ഓക്കെ, അപ്പൊ ജനറൽ കേസ് 3 കൊല്ലം മാർക്ക് ചെയ്യുക. ജനറൽ കേസ് 3 കൊല്ലം. ഫ്രോഡ്, സപ്രഷൻ ഓർ വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ്, ഫ്രോഡോ സപ്രഷനോ വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റോ ഇന്റൻഷനലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ 5 കൊല്ലം. ഓക്കെ, ഫ്രോഡ്, സപ്രഷൻ, മിസ്സ്റ്റേറ്റ്മെന്റ് ആലോചിക്കുക. ഈ കേസിൽ 5 കൊല്ലം. ഓക്കെ, എന്നാണോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണോ ഈ പറഞ്ഞ എക്സസ് റീഫണ്ട് ക്ലെയിം ചെയ്തത്, അത്. ഓക്കെ, ആ ഡേറ്റ് മുതൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 3 ഇയേഴ്സും 5 ഇയേഴ്സും. ഓക്കെ ആണല്ലോ? ഫ്രോഡ്, സപ്രഷൻ, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എത്ര കൊല്ലാടാ? എത്ര കൊല്ലത്തിനുള്ളിലാ? ഫ്രോഡ്, സപ്രഷൻ, മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ എക്സാമിലാണ്, നിങ്ങൾക്ക് ഓപ്ഷൻ വന്നു ഫ്രോഡ്, സപ്രഷൻ, മിസ്സ്റ്റേറ്റ്മെന്റ് മൂലമാണ് നിങ്ങൾക്ക് ഡിമാൻഡ് എത്ര കൊല്ലത്തിനുള്ളിലാ? 5. നോർമലി ഫ്രോഡ്, സപ്രഷൻ ഒന്നും അല്ല നോർമൽ കേസ്. ഫ്രോഡ്, സപ്രഷൻ, മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ എത്ര? 3. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അത്രേ ഉള്ളൂ. പിന്നെ ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ, അറസ്റ്റ് ഒക്കെ നടത്താനുള്ള അധികാരം ഓഫീസേഴ്സിനുണ്ട്.
പിന്നെ GST അപ്പലറ്റ് ട്രിബ്യൂണൽ ആലോചിക്കുക, നമ്മളുടെ അതോറിറ്റീസ് എടുത്ത ഏതെങ്കിലും തീരുമാനത്തിൽ എന്തെങ്കിലും അപ്പീൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ GST എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ട്രിബ്യൂണൽ ആണ് എന്തെന്ന് പറയുന്നത്? GST അപ്പലറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എന്ത്? GST അപ്പലറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, പിന്നെ പെനാൾട്ടി ഒന്നും നമുക്ക് പഠിക്കാനില്ല, പെനാൾട്ടി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പിന്നെന്താ? അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി. അഡ്വാൻസ് റൂളിംഗ് ഇതാണ്, നമുക്ക് GSTയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയോട് ചോദിച്ചിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യമില്ല. ആന്റി പ്രോഫിറ്റിയറിംഗും ട്രാൻസിഷനിലൊന്നും ആവശ്യമില്ല. ഓക്കെ, ആ ഏരിയ അത്രേ ഉള്ളൂ. ഇതുവരെ ക്ലിയർ അല്ലടാ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എന്താ? GSTയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോ, എന്തൊക്കെയാണ് GSTയുടെ ഗുണങ്ങൾ? നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞു. 3 ഇയർ 5 ഇയർ പറഞ്ഞു. ഇത്ര ഉള്ളൂടാ. ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാനൊരു GST രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ. 3-5 ഇയേഴ്സിന് ഒരാൾക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ. എനിക്ക് ആക്ച്വലി എലിജിബിൾ ആവുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? റീഫണ്ട് ഞാൻ ക്ലെയിം ചെയ്തു. ഓക്കെ, എന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ റീഫണ്ട് ക്ലെയിം ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി അടയ്ക്കേണ്ട എമൗണ്ട് അടച്ചില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആക്ച്വലി 5000 ഉണ്ട്, ഞാൻ 2000 അടച്ചുള്ളൂ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിച്ച കൊല്ലമോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നും ആവശ്യമില്ല. ഇത് ഈ റിട്ടേൺ ഫയൽ ചെയ്ത സമയമോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേണോ മുതൽ എത്ര കൊല്ലത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എത്ര കൊല്ലത്തിനുള്ളിൽ ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാനാണ് ഗവൺമെന്റ്, നിങ്ങളാണ് ഈ പറഞ്ഞ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വിചാരിച്ചോ. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തു, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എക്സസ് ആയിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ച്വലി അടയ്ക്കേണ്ട എമൗണ്ട് എനിക്ക് തന്നില്ല. ഞാൻ ഗവൺമെന്റ് ആണ്, എനിക്ക് ആക്ച്വലി അടയ്ക്കേണ്ട എമൗണ്ട് നിങ്ങൾ തന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് അത് ഡിമാൻഡ് ചെയ്യാം. നിങ്ങൾ ഈ എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾക്ക് ഓർഡർ അയക്കാം. ഡിമാൻഡ് ചെയ്യാം നിങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞിട്ട്. ആ ഡിമാൻഡ് ചെയ്യേണ്ട സമയമാണ് പറയുന്നത് നിങ്ങൾ ആ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് 3 കൊല്ലത്തിനുള്ളിൽ, നോർമൽ കേസിലാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഡിമാൻഡ് ചോദിച്ച് നോട്ടീസ് അയക്കണം. ഓക്കെ, ഡിമാൻഡ് ഓർഡർ അയച്ചിരിക്കണം. ഇനി ഇത് തന്നെ നിങ്ങൾ മനഃപൂർവ്വം ഇന്റൻഷനലി ചെയ്ത, മറ്റേത് അറിയാതെ മിസ്സായി പോയ കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞ 3 കൊല്ലം. ഇനി നിങ്ങൾ മനഃപൂർവ്വം തെറ്റായ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിലൂടെ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണ് ഈ പറഞ്ഞ റീഫണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം കുറച്ചടച്ചതാണെങ്കിൽ അപ്പൊ അവിടെ എത്ര കൊല്ലായി? എത്ര കൊല്ലത്തിനുള്ളിൽ ഞാൻ ഗവൺമെന്റ് ആണ്, ഞാൻ എത്ര കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കണം? അഞ്ച്. ഇപ്പൊ ക്ലിയർ അല്ല? സെറ്റ്. ഓക്കെ, ഞാൻ ഈ എല്ലാ ഏരിയയും പറഞ്ഞു പോകുന്നത് നിങ്ങൾ എവിടെ ഈ സാധനമൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ആവുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ GSTയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയാ ആയിരിക്കും GST വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? എന്തൊക്കെയായിരിക്കും?
വൺ നേഷൻ, വൺ മാർക്കറ്റ്, വൺ ടാക്സ് അല്ലെ, വൺ ഇന്ത്യ വൺ ടാക്സ്. അപ്പൊ യൂണിഫൈഡ് മാർക്കറ്റ് ആയിരിക്കും. എല്ലാത്തിനും ഒരു സാധനത്തിന് എല്ലായിടത്തും ഒരു വിലയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റേറ്റ് ആണല്ലോ, ഒരേ ടാക്സ് റേറ്റ് ആണല്ലോ. ഓക്കെ, ഒരേ ടാക്സ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിഫൈഡ് മാർക്കറ്റ് ആയിരിക്കും. ഇന്ത്യ മൊത്തം ഒരു ഏകീയമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഒന്ന്. പിന്നെന്താ, ഒറ്റ ടാക്സ്. ഓക്കെ, ഒറ്റ ടാക്സ് അങ്ങനെ പറയാം. കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട് വേറെ, എന്നാലും വൺ ടാക്സ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു, ഒരുപാട് ടാക്സ് റേറ്റിൽ നിന്നും മെർജ് ചെയ്ത് ഒറ്റ ടാക്സ് റേറ്റ് ആയപ്പോൾ നമ്മളുടെ കുറെ ബേർഡനും കുറഞ്ഞു. മറ്റേത് ഓരോന്നിനും നമ്മൾ ഓരോ റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ ഇത്രയും സാധനം വാങ്ങി, ഞാൻ ഇത്രയും സാധനം വിറ്റു, ബാക്കി ഞാൻ ഇത്രയും അടയ്ക്കാനുണ്ട്, ഇത് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സാധനം, അതാണ് റിട്ടേൺ. അത്രേ ഉള്ളൂ. എന്ത്, ഞാൻ ഇത്രയും സാധനം വാങ്ങി, ഞാൻ ഇത്രയും സാധനം വിറ്റു, ഞാൻ ബാക്കി വിറ്റതിൽ നിന്നും വാങ്ങിയത് കുറച്ച്, ബാക്കി ഇത്രയും അടയ്ക്കാനുണ്ട്, ഇതാ പിടിച്ചോളൂ. ഈ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ വേറെന്താടാ പറ. ബെനിഫിറ്റ്സ്. നമ്മൾ ജി എസ് ടിയുടെ പ്രധാന ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ജി എസ് ടി വന്നപ്പോ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ടാക്സ് ഓൺ ടാക്സ് അല്ലെ, ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കും എന്ന് പറഞ്ഞില്ലേ. ഒരേ ടാക്സിന്, ഒരേ സാധനത്തിന് മുകളിൽ, ഒരേ എമൗണ്ടിന് മുകളിൽ പിന്നെയും ടാക്സ് അടയ്ക്കുന്നത് കേസ് അല്ലെ, ഡബിൾ ടാക്സേഷൻ. അതിന് നമ്മൾ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടോ? കാസ്കേഡിംഗ് എഫക്റ്റ്. 10 രൂപയുടെ മുകളിൽ നമ്മൾ 2 രൂപ മാനുഫാക്ചറിന് അടച്ചു, 12 രൂപയായി. അതിന് മുകളിലാണ് നമ്മൾ വാറ്റ് അടച്ചിരുന്നത് മുമ്പ്. ഇപ്പൊ അത്രയൊന്നും ആലോചിക്കാനില്ല. ഓക്കെ, അപ്പൊ മുമ്പ് ഒരേ എമൗണ്ടിന് മുകളിൽ 2 തവണ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ത്രൂ ഇപ്പൊ എന്ത് ചെയ്യണ്ട, ആ ഡബിൾ ടാക്സേഷൻ പരിപാടി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? കാസ്കേഡിംഗ് എഫക്റ്റ് ഒഴിവാക്കും. ഓക്കെ, പിന്നെ ഇന്ത്യ മൊത്തം ഒരൊറ്റ നിയമമായിരിക്കും, ഒരൊറ്റ പ്രൊസീജിയർ ആയിരിക്കും, ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ ഇത് മാനുഫാക്ചറിങ്ങിനെയും എക്സ്പോർട്ടിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യും, ഗ്രോത്ത് കൂട്ടും, അഡീഷണൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കും, ബിസിനസ് എളുപ്പമാക്കും, ഈ ടാക്സുകളൊക്കെ കുറയ്ക്കും, റിട്ടേൺ ഫയൽ ചെയ്യുന്ന കംപ്ലയൻസ് കോസ്റ്റ് ഒഴിവാക്കും. ഓക്കെ, ഇങ്ങനെ കുറച്ച് എന്താ പറയാ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓരോന്നും പറയേണ്ട കേസില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ഏതാണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മേക്ക് ഇൻ ഇന്ത്യ ഒരു ബെനിഫിറ്റ്. 2, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ബിസിനസ് എളുപ്പമാക്കും. 3, ബെനിഫിറ്റ്സ് ടു കസ്റ്റമേഴ്സ്, ഓരോ കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ്. ഓക്കെ, നമ്മളെ ഗുഡ്സിന്റെ വില കുറയും. കാരണം ഈ ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? മാനുഫാക്ചറും റീറ്റെയിലറും സർവീസ് സപ്ലയറും ഒക്കെ എന്ത് ചെയ്യും? അവർ തമ്മിൽ പിന്നെയും ടാക്സ് വരുന്നില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് എമൗണ്ട് കുറയും. ഓക്കെ, ഇത് വെറുതെ വായിച്ചാൽ മതി. ഇതിൽ നിന്നൊന്നും കാര്യമായിട്ട് ചോദ്യം ഉണ്ടാവില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. നമ്മൾ ഈ വരാത്ത ഏരിയ കൂടുതലായിട്ട് പറയാൻ നിൽക്കണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വേണോ പറയണമെങ്കിൽ ഞാൻ പറയും. വരാത്ത ഏരിയ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? നമുക്ക് പറയാൻ തന്നെ ആവശ്യമുണ്ടല്ലോ അല്ലേ? വായിക്കണോ? വായിക്കാം. ഇത്രേ ഉള്ളൂ. ഒന്ന്, യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റ്. എന്ത്? ഇന്ത്യ മൊത്തം ഒറ്റ മാർക്കറ്റ് ആയിട്ട് മാറും. എല്ലാ സാധനങ്ങൾക്കും ഒരേ റേറ്റ് ഒക്കെ ആകുമ്പോൾ എന്താ പറയാ, എല്ലാ സാധനങ്ങൾക്കും എല്ലായിടത്തും ഒരേ വില ആയിരിക്കും.
നിങ്ങൾ വായിച്ചോളാം. വേണ്ടല്ലോ, നിങ്ങൾ വായിക്കുവോ? നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇമ്പോർട്ടന്റ് ഏരിയാസ് പറയാം. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ചു നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഏത് ഏരിയ ആണെങ്കിലും ചോദിച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നുള്ളൂ. എന്ത് ഡൗട്ട് ചോദിക്കാനും ഒരു മടിയും വേണ്ട. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് മെയിൻ ആയിട്ട് മേക്ക് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഡൂയിങ് ബെനിഫിറ്റ്സ് ടു കസ്റ്റമേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ടാക്സുകൾ എന്ന്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഇനിയിപ്പോ ഇത് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏതൊക്കെയാണ് ടാക്സ്? GST ടാക്സസ് ഏതൊക്കെയാ ടാക്സസ്? ഇത്രയും നേരം പഠിച്ച ടാക്സസ് ഒക്കെ തന്നെയാ. ഏതൊക്കെയാ ടാക്സ് പറ? GST ഏതൊക്കെയാണ് ടാക്സസ് എന്ന്? GST ടൈപ്സ് ഓഫ് GST. CGST, SGST, IGST, UTGST. CGST, SGST, UTGST, IGST. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ക്വസ്റ്റ്യൻ മനസ്സിലാവാത്താണോ? അത് സപ്ലൈ. ഇന്റർ എന്ന് പറയുന്നത് സപ്ലൈ. ഞാൻ ചോദിച്ചത് ടൈപ്സ് ഓഫ് ടാക്സസ്. സപ്ലൈ പറഞ്ഞതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല, പക്ഷെ ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, ഏതൊക്കെയാണ് ടാക്സസ്. ഓക്കെ, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ഏരിയ. ഒന്നുമില്ല, നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഒരു ബന്ധപ്പെട്ട പോളിസി ഒക്കെ തീരുമാനിക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ആർക്കാ പേ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റിനാണ്. SGST സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഒന്നും നമുക്കിനി പറയേണ്ട കാര്യമില്ല. നെറ്റ്വർക്ക് സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഇടാം. ലാഗ് വന്നായിരുന്നു അതിന്റെ ഇടയിൽ. ഇപ്പൊ ഓക്കെ അല്ലേ? എന്തോ നമ്മളെ ലിമിറ്റ് മെസ്സേജ് വന്നതാണ്, ഡാറ്റ ലിമിറ്റ്. നോക്കണ്ട. ഓക്കെ, ഇനി SGST എന്താ? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതും എപ്പോഴും അപ്ലിക്കബിൾ ആവുക? ഒരു സ്റ്റേറ്റിനുള്ളിലോ യൂണിയൻ ടെറിട്ടറിക്കുള്ളിലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ SGST ആർക്കുള്ളതാ? സ്റ്റേറ്റ് ഗവൺമെന്റിന്. ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാപ്പാടല്ലേ. ഇനി UTGST ഏതൊക്കെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറി എന്ന് പഠിക്കണം. അത്രേ ഉള്ളൂ. അവിടെ ഏത് ടാക്സ് അപ്ലിക്കബിൾ ആണ്? ഏതൊക്കെയാ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഡാം ആൻഡ് ഡ്യൂ, ചണ്ഡീഗഡ് ആൻഡ് ഏതെങ്കിലും ടെറിട്ടറി ഇനി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാ? ആൻഡമാൻ നിക്കോബാർ. ഇങ്ങനെ പഠിക്കാം, ACLD2. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാ. A ആൻഡമാൻ ആൻഡ് നിക്കോബാർ, C ചണ്ഡീഗഡ്, L ലക്ഷദ്വീപ്, D രണ്ടെണ്ണം, ഒന്ന് ദാദ്ര ആൻഡ് നാഗർ ഹവേലി. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണ്ടേ? ഒരു ഷോർട്ട് ഉണ്ടായിക്കോ.
കാൾഡ് ടു എന്ന് മതിയോ? കാൾഡ് ടു. ഇങ്ങനെയാണെങ്കിൽ ചണ്ഡീഗഡ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഡാമൻ ഡ്യൂ. ഈ പറഞ്ഞ സ്ഥലത്തിനുള്ളിലാണ് എന്തെങ്കിലും സപ്ലൈ നടക്കുന്നതെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ഏതാ? ഇതാണ് യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉള്ള എന്താ പറയാ, നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലി. ഓക്കെ, ക്ലിയർ? അങ്ങനെ അസംബ്ലി ഉള്ള സ്റ്റേറ്റുകളിൽ അവിടെ സ്റ്റേറ്റ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറിയിൽ അവിടെ SGST തന്നെ അപ്ലിക്കബിൾ ആവുക. അപ്പൊ ഈ പറയുന്ന 5 UTGST അപ്ലിക്കബിൾ ആവുക. അപ്പോ ഇത് ഓർത്തു വെക്കാം. കാൾഡ് ടു, CALD, കാൾഡ് എന്ന് പഠിച്ചാൽ പോരെ. കാൾഡ് ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഡാമൻ ഡ്യൂ. എക്സ്പാൻഡ് ചെയ്യില്ലേ? പഠിച്ചോളൂല്ലോ. ഡൽഹിയും പുതുച്ചേരിയും ആക്ച്വലി എന്താണ്? യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും അവർക്ക് സ്വന്തമായി ലെജിസ്ലേച്ചർ ഉണ്ട്. അതുകൊണ്ട് അവിടെ SGST ആയിട്ടാണ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, ഇനി അതർ ടെറിട്ടറി എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈലിൽ നിന്നും 200 നോട്ടിക്കൽ മൈലിന് ഇടയിലുള്ള സ്ഥലങ്ങളെയാണ്. ഓക്കെ, അതർ ടെറിട്ടറി. ഇനി ഭാവിയിൽ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറി മാറ്റം വരികയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോ ഇത് പഠിക്കുക. ഇനി യൂണിയൻ ടെറിട്ടറിയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതും വരും. പിന്നെ ഈ അതർ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മളെ കടലില് പോർട്ട് കണ്ടിട്ടുണ്ടോ? കൊച്ചിയിലെ പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും, ഒരു അടയാളം ഉണ്ടാവും, ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. ഈ ബേസ് ലൈൻ ആണ് നമ്മളെ അടയാളം മാർക്ക് ചെയ്യുന്ന സ്ഥലം. ഈ ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലങ്ങളെ നമുക്ക് എന്താ, നമ്മളെ കൺട്രോളിലാണ് ഈ സ്ഥലം. ഓക്കെ, അപ്പൊ ഈ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതർ ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ ആണല്ലോ? എടോ റെസ്പോൺസ് ചെയ്യടോ. ബ്രേക്ക് വേണോ നിങ്ങക്ക്? ബ്രേക്ക് ഒന്നും വേണ്ടല്ലോ. ഓക്കെ അല്ലേ? റിലാക്സ് ചെയ്തോ? ഒന്ന് പോയി വെള്ളമൊക്കെ കുടിച്ചു പോരെ? ജസ്റ്റ് 2 minutes കേട്ടോ. അപ്പൊ ഇനി IGST എന്താണ്? IGST ഓർമ്മ ഉണ്ടല്ലോ. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ട്, അല്ലേ? ആണല്ലോ. നോക്കിക്കോ, IGST എന്താ? വൺ സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ് IGST അപ്ലിക്കബിൾ ആവും. IGST ലെവി ചുമത്തുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. എല്ലാ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ മുകളിലും. ഓക്കെ, ഇത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മല്ലേ? GST രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ അവിടെ IGST, ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ CGST, SGST അല്ലെങ്കിൽ UTGST, UTGST, CALD. ഏതൊക്കെയായിരുന്നു? ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പിന്നെ ഡാമൻ ഡ്യൂ, ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഓക്കെ, റെഡി? ഒരു മിനിറ്റ്.
അപ്പോ നമ്മളൊരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഓർമ്മ ഉണ്ടോ? ഒരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, കേരളയുടെ ഉള്ളിൽ ഒരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്രയായിരുന്നു? ഓർക്കുന്നുണ്ടോ? എത്രയായിരുന്നോ? നമ്മളെ ഒരാള് കേരളയുടെ ഉള്ളിലുള്ള ഒരാളാന്ന് വിചാരിച്ചോ, ഓക്കെ, അപ്പോ അയാളുടെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാ? രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, നമ്മൾ പഠിച്ചില്ലേ, ഒരാൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. അയാളുടെ ആകെ മൊത്തം ടേൺ ഓവർ, അയാളുടെ മൊത്തം ഈ കൊല്ലത്തെ മൊത്തം ടേൺ ഓവർ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ മൊത്തം ടേൺ ഓവർ ഇത്രയുടെ മുകളിലാണെങ്കിൽ, സ്നേഹ കറക്റ്റ് ആണ്, 20 lakh. ഓർമ്മയുണ്ട്? ഇപ്പൊ മോശമല്ല എല്ലാവരും അല്ലേ? 20 lakh. അപ്പൊ ജനറൽ സ്റ്റേറ്റ്സിന് എത്രയാണ്? 20 lakh ലിമിറ്റ്. ഓക്കെ, ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് അഥവാ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം പോലത്തെ സ്ഥലങ്ങൾ, ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പഠിച്ചാൽ മതി. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഇവിടെ ആണെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? 10 lakh. ഉറപ്പിക്കാലോ? കേരള, തമിഴ്നാട് ഒക്കെ ആണെങ്കിൽ എത്രയാടാ? ജനറലി 20 ആണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണെങ്കിൽ എത്രയാ? 10 lakh. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഡീലാണേ? ഓക്കെ. അപ്പോ ഈ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താ രജിസ്ട്രേഷൻ? ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടാക്സ് പേയേഴ്സ് ഇൻ എനി ടാക്സ് സിസ്റ്റം. ഓ, ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒരാള് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലല്ലേ അയാൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയാണ് അടയ്ക്കുന്നത് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ടാക്സ് പെയറിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, ആരാണ് ടാക്സ് അടയ്ക്കുന്നത് എന്ന് ഗവൺമെന്റിന് അറിയണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഓക്കെ, രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ ടാക്സ് അടയ്ക്കുമോ? എന്താലേ? ഓക്കെ, അപ്പോ രജിസ്ട്രേഷന്റെ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് എന്താ? രജിസ്ട്രേഷൻ ആണ് ഏറ്റവും വലിയ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്. എന്തിന്? ടാക്സ് പേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഏതൊരു സിസ്റ്റത്തിലും. അപ്പൊ രജിസ്ട്രേഷൻ ഈസ് റിക്വയർഡ് ഫോർ എനി ബിസിനസ് ഓർ ഓർഗനൈസേഷൻ അണ്ടർ GST which implies obtaining a unique number from the tax authorities for the purpose of collection of tax on behalf of government authorities and to avail the input tax credit on import supplies without registration. ഇത്രേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരാൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലല്ലേ ബില്ലിൽ ടാക്സ് ഇടാൻ പറ്റുള്ളൂ അല്ലെ? രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ ടാക്സ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങോ? GST നമ്പർ ഉണ്ടെങ്കിലാണ് അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. ഗവൺമെന്റ് അതിനെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ? രജിസ്റ്റേർഡ് പേഴ്സണിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടൂ എന്ന് പറഞ്ഞില്ലേ? അപ്പോ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതാണ് ഇപ്പൊ വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ. പിന്നെ സെക്ഷൻ 22 എന്ന് പറഞ്ഞിട്ടുണ്ട്, ത്രെഷോൾഡ് ലിമിറ്റ്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച 20ഉം 10ഉം. ഓക്കെ, ഇനി 24 പറഞ്ഞിട്ടുണ്ട്. ഈ ത്രെഷോൾഡ് ലിമിറ്റ് ഇല്ലെങ്കിലും ഈ 24 സെക്ഷനിൽ പറയുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സെക്ഷൻ 22, 24 അത്രേ ഉള്ളൂ. 22 ഈ ത്രെഷോൾഡ് ലിമിറ്റ് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ, 2040, 24 കമ്പൽസറി രജിസ്ട്രേഷൻ. അത്രേ ഉള്ളൂ. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, കമ്പൽസറി രജിസ്ട്രേഷൻ പറയുന്നുണ്ടോ നോക്കാം. ഇല്ല. ഓക്കെ ആണോ? ഇനി നമ്മൾ ഒരു സാധനം കൂടെ പറഞ്ഞിരുന്നില്ലേ? കോമ്പോസിഷൻ
ടാക്സ് പെയർ ഓർമ്മണ്ട? CLS, കോമ്പോസിഷൻ ലെവി സ്കീം, കോമ്പോസിഷൻ ടാക്സ് പെയർ, കോമ്പൗണ്ടിങ് സ്കീം. ഓർക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് എവിടെ? ബ്രേക്ക് തന്നപ്പോ ആ വഴിക്ക് പോയോ? ഓക്കെ. അപ്പോ എന്താണ് കോമ്പോസിഷൻ? എന്തായിരുന്നു? 1.5 ക്രോറിനുള്ള 1.5 ക്രോറിന് താഴെയുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് തന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ടാക്സ് ഒന്നും കളക്ട് ചെയ്യണ്ട. നിങ്ങളുടെ മൊത്തം ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിന്റെ മുകളിൽ ഞങ്ങൾ പറയുന്ന ഒരു പെർസെൻറ്റേജ് അത് ഇങ്ങോട്ട് തന്നാൽ മതി. അല്ലെ? ഗവൺമെന്റ് എന്ത് പറഞ്ഞു? നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയിക്കോട്ടെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ. നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടിയുടെ താഴെയാണോ? ലയബിൾ അല്ലെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാലോ, വളണ്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്യാലോ, ഓപ്ഷണൽ ആണ്. നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ. അപ്പൊ നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണോ, നിങ്ങൾ രജിസ്റ്റേർഡ് ആണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആകെ മൊത്തം ടേൺ ഓവർ എത്രയാണോ അതിന് മുകളിൽ ഞങ്ങൾ പറയുന്ന ഇത്രയും ശതമാനം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ, അത്രയും ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഈ കോമ്പോസിഷൻ സ്കീം. റെഡി? അപ്പൊ എന്താണ്? GST is set to bring a new regime of tax compliance in India. Large organizing having requisite അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ SMEs ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊവിഷൻസ് GSTയുടെ പ്രൊവിഷൻസ് ഒന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ആക്ച്വലി നമ്മൾ ഈ നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ മാസം റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ഇത്ര സാധനം വാങ്ങി, ഞാൻ ഇത്ര സാധനം വിറ്റു, ഇത്ര ബാക്കിയുണ്ട്, ഇത്ര ഞാൻ അടച്ചോളാം. ഇതാണ് റിട്ടേൺ. ആലോചിക്കാം. ഓക്കെ, ആക്ച്വലി ഞാനിതൊക്കെ മനസ്സിലാൻ വേണ്ടി പറയുന്ന കേട്ടോ. എന്താ പറയുക, തിയറിറ്റിക്കലി എങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾക്ക് കഥ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ആക്ടിനെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണേണ്ട കാര്യമുള്ളൂ. ലോ പഠിക്കുമ്പോഴും ഇങ്ങനെ പഠിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, എന്തിനു വേണ്ടി ഈ ആക്ട് വന്നു, എപ്പോ വന്നു, ആരാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ഇത് ചുമത്തുന്നത്, എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്, എപ്പോഴാണ് ഇത് അടയ്ക്കേണ്ടത്, ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എല്ലാ ആക്ടിവിറ്റിയിലും പറഞ്ഞിട്ടുള്ളത്, എല്ലാ ആക്ടിലും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി GST എന്താ പറഞ്ഞേ? വലിയ ആൾക്കാർ അങ്ങനെ തന്നെ പോട്ടെ, കുറെ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ചെറുതോതിലുള്ള ബിസിനസ്സുകാർക്ക് ഈ പറഞ്ഞ റിട്ടേൺ കംപ്ലയൻസസും ഈ പറഞ്ഞ ടാക്സ് സിസ്റ്റം ഒക്കെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്ത് ചെയ്തു, അവർക്കൊരു ഓപ്ഷൻ കൊടുത്തതാണ്. നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണോ, നോക്കുക, ബിസിനസ് ഡീലിംഗ് ഓൺലി ഇൻ ഗുഡ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കോമ്പോസിഷൻ സ്കീം. സർവീസ് ഒന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ഒരൊറ്റ കേസിലാണ് സർവീസ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. കാറ്റ് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഒന്നും അല്ലല്ലേന്നോ? എങ്ങനെ, എന്താണ് ഉദ്ദേശിച്ചത്? എക്സാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ബട്ട് നമ്മൾ എന്ത് ചെയ്യാ, തീരുമാനിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ പറയുന്ന മാതിരി പഠിച്ചാൽ മതി. ഓക്കെ, എടാ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പാസ്സാവും. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കേ. കാറ്റൊക്കെ എന്താ പറയാ, എടാ ചുമ്മാ കറക്കി കുത്താൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് കറക്കി കുത്തുക. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത്യാവശ്യം നോക്കുക, എല്ലാം ഒരു എല്ലാ ഏരിയയും അത്യാവശ്യം കവർ ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഫുള്ള് ചൂസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസം എങ്ങനെയാണോ വർക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും, ഇപ്പൊ +2 എക്സാം ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഒരു രീതിയില്ലേ, അങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കുക. ഓക്കെ, നമ്മൾ എക്സാം വരുമ്പോൾ നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ ചെയ്യണം. ഏത് എക്സാം ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, ഇന്റർ ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, എന്താ പറയാ,
IAS എക്സാം ആയിക്കോട്ടെ, എല്ലാതും നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം ഒരു എല്ലാ ഏരിയയും പഠിച്ച് തന്നെ പോകാൻ നോക്കണം. ഓക്കെ, നമ്മൾ എല്ലാ ഏരിയയും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ടാവേണ്ടതാണ്. നാളെ സൺഡേ അല്ലേ, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞു? ബിസിനസ് ഡീലിംഗ് ഓൺലി ഇൻ ഗുഡ്സ് ഹാവിംഗ് ടേൺ ഓവർ ലെസ് ദാൻ 1.5 crores. എന്താ പറഞ്ഞേ? ബിസിനസ് ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ? മാനുഫാക്ചറർ ട്രേഡർ ആണെങ്കിൽ, പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വാങ്ങി വിൽക്കുന്ന ആളോ അല്ലെ, ട്രേഡർ എന്ന് പറഞ്ഞാൽ വ്യാപാരിയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളോ ആണെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് 1%, ഓക്കെ, 1% ഓഫ് ടോട്ടൽ ടേൺ ഓവർ ഓഫ് ടാക്സബിൾ സപ്ലൈസ്, 0.5% CGST, 0.5% SGST. ഓക്കെ, ഗുഡ്സ് മാത്രം വിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1% കോമ്പോസിഷൻ സ്കീമിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മാനുഫാക്ചററോ ട്രേഡറോ ആണെങ്കിൽ 1%. ഓക്കെ ആണല്ലോ. റെസ്റ്റോറന്റ് ആണെങ്കിൽ എത്രയാടാ? 5%. ആകെ ഈ 2% പഠിച്ചാൽ മതി. ഏതാണ്? മാനുഫാക്ചറർ ട്രേഡർ ആണെങ്കിൽ എല്ലാവരും റിപ്ലൈ ചെയ്യും. മാനുഫാക്ചറർ ട്രേഡർ ആണെങ്കിൽ അയാളുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ 1%. ക്ലിയർ ആണല്ലോ. ഇനി റെസ്റ്റോറന്റ് പ്രൊവൈഡർ ആണെങ്കിൽ അയാളുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ 5%. സെറ്റാണേ? ഓക്കെ അല്ലടാ. ഇനി നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓക്കെ, നിങ്ങളിത് ഇങ്ങനെ വായിക്കുന്നതിന് വരെ ഞാൻ ആദ്യം കഥ പറഞ്ഞുതരാം. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക്, ഓക്കെ, ഞാനിപ്പോ ഇന്ത്യയുടെ പുറത്തുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. എനിക്ക് ഇന്ത്യയിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്ന് വിചാരിക്കാം. എനിക്ക് ഇന്ത്യയിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ബിസിനസ്സിന് ഒരു സ്ഥലമോ ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ, എങ്ങനെയാടാ? ഞാൻ ഇന്ത്യയുടെ പുറത്തുള്ള ഒരാള്, എനിക്ക് ഇന്ത്യയിൽ ഒരു കൃത്യമായ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്സോ റെസിഡൻസോ ഇല്ല. അങ്ങനത്തെ ഒരാള് ഇന്ത്യയിൽ വന്നിട്ട് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയാണ് എന്തെന്ന് പറയാ? നോൺ റെസിഡന്റ് അല്ലാത്ത ആള്. ഓക്കെ, ഇന്ത്യയുടെ പുറത്തുള്ള ആള് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ഇയാള് നിർബന്ധമായിട്ടും സെക്ഷൻ 24 നമ്മൾ പറഞ്ഞില്ലേ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അയാള് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആളെ തന്നിട്ട് ആ ലിസ്റ്റില് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഉണ്ടെങ്കിൽ അയാളെ ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ക്ലിയർ ആണോ? ഒരാൾക്ക് ഇന്ത്യയിൽ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്സോ റെസിഡൻസോ ഇല്ല. അയാൾ ഇന്ത്യയിൽ ഒക്കേഷണൽ ആയിട്ട് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അയാൾ സ്വന്തം കപ്പാസിറ്റിയിലാവാം, ഏജന്റ് ആയിട്ടായ എന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇന്ത്യയിൽ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും സേവനം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാ.
ഈ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം. അവിടെ 20 lakh 10 lakh ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ക്ലിയർ ആണല്ലോ? എല്ലാവരും ഒന്ന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോയായിരുന്നു. ഓക്കെ. ഇനി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണ്? രജിസ്ട്രേഷൻ നമ്പർ. ഇതാണ് സംഭവം. ഓക്കെ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമുക്ക് GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ 20 lakh 10 lakh മുകളിലുള്ള ആള് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇങ്ങനെ നമ്മൾ നോർമലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. നിങ്ങൾ കടയുടെ മുമ്പിലൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിൽ നോക്കുമ്പോൾ 32ABP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 15 ഡിജിറ്റ് നമ്പർ കണ്ടിട്ടുണ്ടോ കടകളുടെ മുമ്പിലൊക്കെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? 32 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും നമ്പർ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരാളുടെ ബില്ലിലും ഉണ്ടാവും GST നമ്പർ. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ അല്ലേ? ആരും ശ്രദ്ധിച്ചിട്ടില്ല? കേൾക്കുന്നില്ലേ? എടാ, നമ്മളൊക്കെ ഇപ്പോഴാ അറിയുന്നതാണോ? ഈ GST വന്നത് 2017 മുതലാണ്. അത് മുതൽ നമ്മൾ കടയിൽ പോയിട്ട്, ഒരു രജിസ്റ്റേർഡ് കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ അതിൽ എന്തുണ്ടാവും? GST ഉണ്ടാവും. നമ്മൾ നോക്കാഞ്ഞിട്ടാണ്. ഓക്കെ. ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ബില്ലിൽ അടക്കം GST ഉണ്ടാവും. നിങ്ങൾ തുണി എടുക്കാറില്ലേ? ഇപ്പൊ ട്രെൻഡ്സ് മാക്സ് ഒക്കെ അല്ലേ, അതിനും ഉണ്ടാവും എന്ത്? GST. ഇനി പോകുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ചുമ്മാ രസല്ലേ, കടയിൽ പോകുമ്പോ ബില്ലൊക്കെ എടുത്ത് നോക്കുക. ഇതാണല്ലോ ആ സാധനം. അതിൽ കാണാം ഇത് CGST STC. ഇതിപ്പോ എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ അതൊന്ന് നോക്കുക. ഇനി നോക്കിയാൽ മതി എപ്പോഴെങ്കിലും ഒക്കെ ഒരു രസമല്ലടാ നമ്മൾ ഈ പഠിച്ച സാധനം. ഇത് അവിടെ പഠിച്ചതാണല്ലോ, ഇവിടെ പഠിച്ചതാണല്ലോ. ജസ്റ്റ് ആലോചിക്കാം. ഓക്കെ. ചിലർ കോമ്പോസിഷൻ ആവും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്തുണ്ടാവില്ല? ബില്ലിൽ GST ഉണ്ടാവില്ല, പക്ഷെ GST രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഓക്കെ. കോമ്പോസിഷൻ ആണെങ്കിൽ ബില്ലിൽ GST കളക്ട് ചെയ്യില്ലല്ലോ. അയാളുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ മുകളിൽ അയാൾ ഒരു നിശ്ചിത പെർസെന്റേജ്, ഈ പറഞ്ഞ 1% മാനുഫാക്ചറർ, ട്രേഡർ 5% റെസ്റ്റോറന്റ് അടയ്ക്കല്ലേ, ബില്ലിൽ GST കളക്ട് ചെയ്യില്ല, പക്ഷെ അയാൾ രജിസ്റ്റർ നമ്പർ ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അത്രേ ഉള്ളൂ. ഇനി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ UN ഏജൻസി, അതുപോലെ തന്നെ കൺസുലേറ്റ്, എംബസി, UN, ഈ എന്താ പറയാ പുറത്തുനിന്നുള്ള ഏജൻസി ഇല്ലേ, സ്പെഷ്യൽ ഏജൻസീസ്, അവര് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ വേണ്ടി താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും. അവരുടെ പർപ്പസ് എന്താണ്? റീഫണ്ട് ക്ലെയിം ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ എന്താണ്? GSTN ഓർ ഗുഡ്സ് ഐഡന്റിഫിക്കേഷൻ ആർ അലോട്ടഡ് ടു റെഗുലർ ടാക്സ് പേയേഴ്സ്. ഞാൻ പറഞ്ഞ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് കേട്ടോ. GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, GSTIN. ഓക്കെ. ഈ സബ്ജക്ട് നമുക്ക് ഭയങ്കര ജീവിതത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ എല്ലാ ഏരിയയിലും വരുന്നുണ്ട് GST. ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്രോളിന് GST വരാത്തത്? അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത്? മാക്സിമം GSTയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 40% ടാക്സ് റേറ്റ് ചുമത്താൻ പറ്റുക. അപ്പൊ ഇപ്പൊ ഓൾറെഡി 300% അല്ലെങ്കിൽ 200% മുകളിൽ ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് വലിയ ലോസ് ഉണ്ടാവും. അപ്പൊ ഇന്ത്യയിൽ
ഇപ്പൊ നിലവിൽ ഗവൺമെന്റുകളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ മുകളിലും ഈ പെട്രോള്, ഡീസല്, നാച്ചുറൽ ഗ്യാസിനൊക്കെ വില കൂട്ടാന്ന് പറഞ്ഞില്ലേ. കാരണം ഈ സാധനങ്ങൾക്കൊക്കെയാണ് ഇപ്പൊ മാക്സിമം ഇവർക്ക് നികുതി ഈടാക്കാൻ പറ്റുള്ളൂ. GST ഉള്ളത് ഈ പറഞ്ഞ പെർസെന്റേജിലേ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. ഇനി എന്താ പറയാ, GST identification number are allotted to regular taxpayers to require to collected GST and GST return. എന്താ പറഞ്ഞ, GST കളക്ട് ചെയ്യാനും GST റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് തരുന്ന നമ്പറിനെയാണ് GSTIN എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് GST യൂണിക് ID, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is allotted only to a certain class of person notified in GST Act. അതുകൊണ്ട് GSTIN ഉം GST യൂണിക് ഐഡിയും രണ്ടും രണ്ടാണ്, അത്രേ ഉള്ളൂ. GSTIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി രജിസ്റ്റർ ചെയ്തിട്ട് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് തരുന്ന നമ്പറാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ യൂണീക്ക് ID ആർക്കാ? ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ UNOന്റെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, അല്ലെങ്കിൽ UN ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ, കൺസുലേറ്റോ, എംബസിയോ, അങ്ങനെ ഫോറിൻ കൺട്രി നോട്ടിഫൈ ചെയ്ത പറ അൻസബ് പറ. റെഗുലർ ടാക്സ് നീ ഉദ്ദേശിച്ചത് കോമ്പോസിഷനും റെഗുലറും തമ്മിലുള്ള ഡിഫറൻസ് ആണോ? അതാണോ? എടാ പിന്നെ കോമ്പോസിഷൻ ടാക്സ് പെയർ നമ്മൾ പറഞ്ഞല്ലോ. എടാ കോമ്പോസിഷൻ ടാക്സ് പെയർ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നീ എവിടെ പോയി അതിന്റെ ഇടയില്? നീ ആ ബ്രേക്ക് എടുത്ത് നേരെ പോയതാ തോന്നുന്നു. ഓക്കെ, അപ്പോ ഒരു UNOന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, കൺസുലേറ്റോ, എംബസിയോ, ഇവർക്കൊക്കെ എന്ത് കിട്ടും? യൂണീക്ക് ID കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് യൂണീക്ക് ID? GST റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, GST അതോറിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസിന്റെയും മുകളിൽ അവർക്ക് വന്നിട്ടുള്ള GST റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് GSTUAN. ഓക്കെ, പർപ്പസ് GST റീഫണ്ട് ആർക്കാ കിട്ടുക? UNOന്റെ സ്പെഷ്യൽ ഏജൻസി, യുണൈറ്റഡ് നാഷണൽ എംബസീസ്, കൺസുലേറ്റ്, എംബസി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നോർമൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കടകളുടെ ഒക്കെ മുമ്പിൽ ഉണ്ടാവുക എത്രയാണ്? 15 ഡിജിറ്റ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവുക. ഓക്കെ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ 15 ഡിജിറ്റ്. മുമ്പ് വാറ്റിന് ടിന്നായിരുന്നു, ഇപ്പൊ എന്താണ്? GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, ഇനി
ഇതിൽ CBEC പറഞ്ഞല്ലോ, ഇപ്പൊ CBEC CBIC ആയിട്ടുണ്ട്. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. സർവീസ് ടാക്സ് നമ്പർ പറഞ്ഞിട്ട് CBEC ആണ് എന്ത് ചെയ്തിരുന്നത്, മുമ്പ് സർവീസ് ടാക്സിന് ഇത് കൊടുത്തിരുന്നത്. അതൊന്നും ആവശ്യമില്ല, മുമ്പത്തെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ചോദിച്ചാൽ തന്നെ GST വാറ്റിനായിരുന്നെങ്കിൽ ടിന്നും, സർവീസ് ടാക്സ് ആണെങ്കിൽ സർവീസ് ടാക്സ് നമ്പറും. ഓക്കെ, ഇനി എന്താ GSTയുടെ സ്ട്രക്ചർ? 15 ഡിജിറ്റ് നമ്പർ ഉണ്ടാവുക. ആദ്യം കോഡ് ഉണ്ടാവും. കേരളയുടെ കേസ് ആണെങ്കിൽ 32. പിന്നെ നമ്മളുടെ പാൻ ഇല്ലേ, പാൻ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി, വെറുതെ ഒരു GST നമ്പർ എടുത്ത് നോക്കിയാൽ മതി. 32, പിന്നെ 10 നമ്പർ പാൻ ഉണ്ടാവും. പിന്നെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, ഒരു ഡിജിറ്റ്. പിന്നെ ഒരു സെഡ് ഉണ്ടാവും, സെഡ് ഡിഫോൾട്ട് ആയിട്ട് സെഡ് തന്നെ. പിന്നെ ഒരു ആൽഫബറ്റോ നമ്പറോ ഏതെങ്കിലും. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ, പിന്നെ സെഡ്, പിന്നെ ഒരു ആൽഫബറ്റ് ഓർ നമ്പർ, അങ്ങനെ ഒരു 15 ഡിജിറ്റ്. ഒന്നുമില്ല, ഈ 15 ഡിജിറ്റ് ആലോചിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ടിൻ നമ്പർ തന്നെയല്ല GST എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GST വരുന്നതിന് മുമ്പ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് വാറ്റില് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറും സർവീസ് ടാക്സിൽ സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറും ആയിരുന്നു. ഓക്കെ, ഇപ്പോ വാറ്റും സർവീസ് ടാക്സും ഇല്ലല്ലോ, എല്ലാം എന്തിലോട്ട് കൊണ്ടുവന്നു? GSTയിലോട്ട് മെർജ് ചെയ്തില്ലേ. അപ്പൊ ഇപ്പൊ നിലവിൽ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ അശ്വിനെ? ഡൗട്ട് ഓക്കെയാണ്? ക്ലിയർ? ഇനി സപ്ലൈ എന്ന് എടുക്കണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ റെഡി. ഇന്നത്തേക്കുള്ളതായോ? ഇനിയിപ്പോ സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, അത് കഴിഞ്ഞ് ഇമ്പോർട്ട് ഓഫ് സർവീസ്, പ്ലേസ് ഓഫ് സപ്ലൈ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ടാക്സും പറഞ്ഞു കഴിഞ്ഞാൽ GST കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ GST. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇമ്പോർട്ടിന്റെ മുകളിലുള്ള കസ്റ്റംസും, പിന്നെ നമ്മളെ സാധാ ഇൻകം ടാക്സും. അത്രേ ഉള്ളൂ പരിപാടി. ആയിക്കോട്ടെ, ബാക്കി നാളെ മതി. ഇന്നത്തേൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തേൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ പറയാൻ നല്ല സുഖാണെന്നല്ല, എളുപ്പമാണ് ഈ സാധനം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഈ മോക്ക് ടെസ്റ്റ് എഴുത്. മോക്ക് ടെസ്റ്റിൽ സംശയമുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ചോ. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതി നോക്ക്, സിമ്പിൾ ആയിട്ട് പാസ്സാവും. ഓക്കെ, നിങ്ങൾ ഇന്നെടുത്ത ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കേ. ചെയ്യോ? ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പണിയാവും. എടാ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഭാഗത്തുനിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഭാഗം മനസ്സിലാവുന്നില്ലെങ്കിൽ. ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഏരിയ ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കുക. ഓക്കെ, ഫുൾ ഏരിയ ഒന്ന് വായിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു വട്ടം ഫുള്ള് വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചോ. ഓക്കെ, അപ്പൊ ഇന്ന് നിർത്താം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.